Hi dear students, welcome to question discussion session CUET. അപ്പോൾ നമ്മുടെ 12ാമത്തെ മോഡലിൻ്റെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1, the number of equivalence relation in the set 1, 2, 3 containing 1, 2 and 2, 1. 1, 2, 3 എന്ന് പറഞ്ഞ സെറ്റിൽ നമുക്ക് ഈക്വലൻസ് റിലേഷൻ എത്ര എണ്ണം ഉണ്ടാകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും എന്ത് വേണം? 1, 2 വേണം, 2, 1 വേണം. 1, 2, 2, 1 മാത്രമായിട്ട് വരുന്ന എത്ര ഈക്വലൻസ് റിലേഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. അതിനായിട്ട് ഇത് ഈക്വലൻസ് റിലേഷൻ ആണെങ്കിൽ ഉറപ്പായിട്ടും 1, 1, 2, 2, 3, 3 വേണം. അപ്പോൾ 1, 1, 2, 2, 3, 3 ഇതൊരു ഈക്വലൻസ് റിലേഷൻ. അതേപോലെ തന്നെ വേറൊരെണ്ണം നമുക്ക് വേണമെങ്കിൽ 1, 2ഉം 2, 1ഉം കണ്ടെയ്ൻ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ദ നമ്പർ ഓഫ് ഈക്വലൻസ് റിലേഷൻ ഇൻ ദ സെറ്റ് 1, 2, 3 കണ്ടെയ്നിങ് 1, 2, 2, 1 എന്ന് പറഞ്ഞിരിക്കുമ്പം ഇത് എന്താണെങ്കിലും ഉണ്ടാകണം. ബാക്കി എന്ന് പറയുമ്പം 1, 2, 2, 1, അപ്പോൾ 1, 1, 2, 2, 3, 3 കൂടാതെ ഇനി വേറെ എന്തെങ്കിലും കൂടി വന്നാൽ ഏതാ വേറെ ഇതിനകത്ത് വരാൻ പറ്റുക? 1, 2, 2, 1 വന്നു കഴിഞ്ഞാൽ എത്രയാണ്? 1, 2ഉം 2, 1ഉം ഉറപ്പായിട്ടും കണ്ടെയ്ൻ ചെയ്യുക എന്ന് പറയുമ്പം പിന്നെ എല്ലാം കൂടി ഉള്ളത് ശരിയല്ലേ? ഏതൊക്കെയാ? 1, 2, 2, 1, 1, 2, 2, 1, 1, 1, 2, 2, 3, 3 പിന്നെ അതുപോലെ തന്നെ 1, 3, 3, 1, 1, 3, 3, 1 അതുപോലെ തന്നെ 2, 3, 3, 2 അങ്ങനെ എല്ലാം കൂടി അതായത് ഈ എ ക്രോസ് എ അതുപോലെ തന്നെ പറഞ്ഞിട്ടുള്ള സംഭവം. ഒരെണ്ണം എ ക്രോസ് എ അതുപോലെ തന്നെയുള്ളത്. ഇപ്പോൾ ഈ സെറ്റിനെ എ എന്ന് വിളിച്ചാൽ എ ക്രോസ് എ തന്നെ ഒരു ഈക്വലൻസ് റിലേഷൻ ആയിരിക്കും. പിന്നെ ഇതും ഒരു ഈക്വലൻസ് റിലേഷനാണ്. അങ്ങനെ 2 ഈക്വലൻസ് റിലേഷനാണ് നമുക്ക് ഇത് രണ്ടും കണ്ടെയ്ൻ ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. 2 എന്നുള്ള ആൻസർ നമുക്കിവിടെ ഉണ്ട്. സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2, ഡിഫൈൻ എ ബൈനറി ഓപ്പറേഷൻ star on set 0, 1, 2, 3, 4, 5 as a star b equal to a plus b if a plus b less than 6. പിന്നെ a plus b minus 6 if a plus b greater than or equal to 6. Then the identity element is. ഐഡൻറ്റിറ്റി എലമെൻ്റ് ഉണ്ട്. എന്താ ഈ ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? a star e ഈക്വൽ ടു എ തന്നെയാകുന്ന ഇ എന്ന് പറയുന്ന എലമെൻറ്റിനെയാണ്, നമ്പറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എ സ്റ്റാർ ബി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാ? എ സ്റ്റാർ ബി ഇവിടെ നമുക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എ പ്ലസ് ബി ആയിട്ടാണ്. ഇഫ് എ പ്ലസ് ബി ലെസ് ദാൻ 6, അതുപോലെ തന്നെ എ പ്ലസ് ബി മൈനസ് 6 ഇഫ് എ പ്ലസ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6. അപ്പോൾ നമുക്ക് ഏതാ പറയാൻ പറ്റുക? ഇപ്പോൾ 1 ഇതിൻ്റെ ടേബിൾ നമുക്ക് വേണമെങ്കിൽ അപ്പോൾ എഴുതാം, അതായിരിക്കും നല്ലത്. ഇതിൻ്റെ ട്രൂത്ത് ടേബിള് നമുക്കൊന്ന് വരയ്ക്കാം. ട്രൂത്ത് ടേബിള് ഈ ഒരു ഓപ്പറേഷൻ വെച്ചിട്ടുള്ള ട്രൂത്ത് ടേബിള് നമുക്കൊന്ന് വരയ്ക്കാം. ട്രൂത്ത് ടേബിൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. അതായത് 0, 1, 2, 3, 4, 5 ഇപ്പുറത്തും 0, 1, 2, 3, 4, 5. അപ്പോൾ എങ്ങനെയാ? എ സ്റ്റാർ ബി ആദ്യം 0 സ്റ്റാർ 0 സ്റ്റാർ 0 എന്ന് പറയുന്നത് എ പ്ലസ് ബി ആയിട്ട് പറഞ്ഞാൽ മതി. കാരണം എ പ്ലസ് ബി എടുത്താൽ 0 + 0 0 0 ലെസ് ദാൻ 0 ആയതുകൊണ്ട് 0 സ്റ്റാർ 0 എന്ന് പറയുന്നത് 0 തന്നെ വരും. നമുക്ക് വേറെ കളറിൽ എഴുതാം, 0 എന്ന് തന്നെ വരും. അടുത്തത് 0 സ്റ്റാർ 1 എന്ന് പറയുമ്പോൾ 0 + 1 1 ലെസ് ദാൻ 6 ആയതുകൊണ്ട് 1 തന്നെ. 0 സ്റ്റാർ 2 തന്നെ. 0 സ്റ്റാർ 3 തന്നെ. 0 സ്റ്റാർ 4 വരും. 0 സ്റ്റാർ 5 വരും. ഇനി 1 സ്റ്റാർ 0 1 വരും. 1 സ്റ്റാർ 1 2 വരും. 1 സ്റ്റാർ 2 3 വരും. 1 സ്റ്റാർ 3 4 വരും. 1 സ്റ്റാർ 4 5 വരും. 1 സ്റ്റാർ 6 എത്രയാ? 1 സ്റ്റാർ 6 എന്ന് പറയുന്നത്
1 സ്റ്റാർ 6 അല്ലല്ലോ, 1 സ്റ്റാർ 5 എന്ന് പറഞ്ഞത് എത്രയാ? 1 + 5 എന്ന് പറയുന്നത് 6 A + B > 6 ആണെങ്കിൽ A * B എന്ന് പറയുന്നത് A + B - 6 അപ്പോൾ 1 + 5 - 6 1 + 5 6 6 - 6 0 എന്ന് വരും. എന്താണെങ്കിലും നമ്മൾ ഐഡൻറ്റിറ്റി എലമെൻറ്റ് നോക്കാൻ ദാ ഈ പറയുന്ന റോ തന്നെ ഏതിൻ്റെ നേരെ വന്നിരിക്കുന്നു എന്ന് നോക്കി വെച്ചാൽ മതി. 0 1 2 3 4 5 വന്നിരിക്കുന്നത് 0യുടെ നേരെയല്ലേ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും ഐഡൻറ്റിറ്റി എലമെൻറ്റ്. അതായത് 0 സ്റ്റാർ 0 0, 1 സ്റ്റാർ 0 1, 2 സ്റ്റാർ 1 2, 3 സ്റ്റാർ 0 അല്ലേ, 1 സ്റ്റാർ 0 1, 2 സ്റ്റാർ 0 2, 3 സ്റ്റാർ 0 3, 4 സ്റ്റാർ 0 4, 5 സ്റ്റാർ 0 5 തന്നെ. അപ്പോൾ ഇതിൻ്റെ ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുന്നത് 0 ആണ്. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ബാക്കി കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം, ആവശ്യമില്ല. നമ്മൾ ഐഡൻറ്റിറ്റി എലമെൻറ്റ് നോക്കാൻ ഈ പറഞ്ഞിരിക്കുന്ന റോ ഏത് എലമെൻറ്റിൻ്റെ നേരെ വന്നിരിക്കുന്നു? 0യുടെ നേരെ സെയിം വന്നിരിക്കുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഐഡൻറ്റിറ്റി എലമെൻറ്റ് അങ്ങനെ പറഞ്ഞു വെച്ചാൽ മതി. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. എന്താ നോക്കിയേ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. The derivative of f of x equal to mod x at x equal to 0. നമുക്കറിയാം mod xൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് വി ഷേപ്പ്ഡാണ്. 0യിൽ ഇതാണ് mod xൻ്റെ ഗ്രാഫ്. ഇത് x ആക്സിസ്, ഇത് y ആക്സിസ്, ഇത് ഒറിജിൻ എടുത്താൽ ഇതാണ് mod xൻ്റെ ഗ്രാഫ്. 0യിൽ അതിനൊരു ഷാർപ്പ് കോർണർ പോയിന്റ് ഉണ്ട്. 0യിൽ അത് ഡിഫറൻഷ്യബിൾ അല്ല, ഓർത്തോളുക കേട്ടോ. ദ ഫംഗ്ഷൻ f of x equal to mod x is not defined at x equal to 0. അപ്പോൾ x equal to 0യിൽ ഇതിന് ഡെറിവേറ്റീവ് ഇല്ല. ആൻസർ അപ്പം നോട്ട് ഡിഫൈൻഡ് അല്ലെങ്കിൽ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നുള്ളതാണ്. 0യിൽ ഇതിന് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ബാക്കി 0 അല്ലാത്ത എല്ലാ പോയിന്റ്സിലും ഡെറിവേറ്റീവ് ഉണ്ട്. കാരണം 0യിൽ മാത്രമേ ഷാർപ്പ് കോർണർ പോയിന്റ് ഉള്ളൂ, ബാക്കി എല്ലായിടത്തും അത് സ്മൂത്താണ്, സ്ട്രെയിറ്റ് ലൈനാണ്. 0യിൽ ഒഴികെ അതിന് ഡെറിവേറ്റീവ് ഉണ്ട്, 0യിൽ മാത്രം ഡെറിവേറ്റീവ് ഇല്ല കേട്ടോ. mod x is not differentiable at x equal to 0 means does not exist, derivative does not exist എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ. ദ വാല്യൂ ഓഫ് എക്സ് ഫോർ വിച്ച് ദ മെട്രിക്സ് പ്രൊഡക്റ്റ് ഈസ് ഈക്വൽ ടു ദ ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഈ മെട്രിക്സ് എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സിനോട് ഈക്വൽ ആണ്. ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഏതാ 1 0 0 0 1 0 0 0 1 ആണെന്ന് പറഞ്ഞിരിക്കുന്നു എങ്കിൽ എക്സ് കണ്ടുപിടിക്കുക. അതിനായിട്ട് എന്ത് ചെയ്താൽ മതി? ഏതെങ്കിലും ഒരു ഇക്വേഷൻ, എക്സിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയിട്ട് സോൾവ് ചെയ്താൽ മതി. ഈ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താ? ഈ റോയും അല്ലേ ഈ കോളവും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. എന്ത് വരും? അത് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ 2 × -x -2x പ്ലസ് 0 × 0 0 പ്ലസ് 7 × x 7x എന്ന് പറയുന്നത് 1 ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ 7x - 2x 5x = 1 ആയിരിക്കണം. എക്സ് എന്ന് പറയുന്നത് അപ്പോൾ എത്രയായിരിക്കണം? 1/5 ആയിരിക്കണം. എക്സിൻ്റെ വാല്യൂ ചോദിച്ചിരിക്കുന്നത് 1/5 എന്നുള്ള ആൻസർ ആണ്. ഫോർത്ത് ഓപ്ഷൻ നമുക്ക് ആൻസർ ആയിട്ടുണ്ട്. ഇനി ഇതില്ലെങ്കിൽ വേറെ ഒരെണ്ണം എടുത്താലും മതി. ഈ റോയും ഈ കോളവും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് സെക്കൻഡ് എലമെൻറ്റ് 0 ഇക്വേറ്റ് ചെയ്താലും മതി. അപ്പോഴും ആൻസർ കിട്ടും. ഇത് 28x -28x 0 എന്ന് കിട്ടും. അപ്പോൾ 0 = 0 എന്ന് പറഞ്ഞിട്ട് പറ്റില്ല. ഇനി അല്ലെങ്കിൽ അടുത്ത വേറെ നോക്കാം. എന്താണേലും x 1/5 എന്നുള്ള ഓപ്ഷൻ നമുക്ക് കിട്ടി. അത് തന്നെ ആൻസർ. ഫോർത്ത് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 5ലേക്ക് പോകാം. എന്താണെന്ന് നോക്കിക്കേ. ക്വസ്റ്റ്യൻ നമ്പർ 5. For any 2/2 matrix A, if A into adjoint of A equals matrix 10 0 0 10, then determinant A is what? നമുക്കറിയാം, നമ്മൾ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്, അഡ്ജോയിൻ്റെ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. A into adjoint of A എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് A into I എന്നാണ്. ഇവിടെ നമുക്ക് A into adjoint of A ആയിട്ട് തന്നിരിക്കുന്നത് മെട്രിക്സ് 10 0 0 10. 10 പുറത്തെടുത്താൽ ഇത് 10 into എത്രയാ? 1 0 0 1. അത് I ആണ്. അപ്പോൾ തന്നിരിക്കുന്നത് A into adjoint of A 10i ആണ്. ശരിക്കും A into adjoint of A ഡിറ്റർമിനൻ്റ് A into I ആണ്. അപ്പോൾ പിന്നെ ഡിറ്റർമിനൻ്റ് Aയുടെ വാല്യൂ എന്ത് മാത്രമേ വരത്തുള്ളൂ? 10 മാത്രമേ വരത്തുള്ളൂ. ഡിറ്റർമിനൻ്റ് A ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 10 ആണ് കറക്റ്റ് ആൻസർ. സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ.
ഓക്കെ അല്ലേ? ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താ നോക്കിക്കേ, ക്വസ്റ്റ്യൻ നമ്പർ 6. സൈൻ ഇൻവേഴ്സ് 1/2 പ്ലസ് കോസ് ഇൻവേഴ്സ് 1/2. നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് π/2 ആണ്. അപ്പോൾ പിന്നെ സൈൻ ഇൻവേഴ്സ് 1/2 പ്ലസ് കോസ് ഇൻവേഴ്സ് 1/2 π/2 ആണ്. അപ്പോൾ ഇത് സൈൻ ഓഫ് π/2, സൈൻ π/2ൻ്റെ വാല്യൂ 1 ആണ്. ഫോർത്ത് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ തോന്നണം സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് 1 π/2 ആണ്. അപ്പോൾ ഇത് സൈൻ π/2 1 ഈസ് ദ കറക്റ്റ് ആൻസർ, ഓപ്ഷൻ 4. ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് മൈനസ് √3/2. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രോപ്പർട്ടി സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് മൈനസ് ഓഫ് സൈൻ ഇൻവേഴ്സ് √3/2 എന്ന് എഴുതാം. മൈനസ് ഓഫ് ഏതാ സൈൻ ഇൻവേഴ്സ് ഓഫ് √3/2 എന്ന് പറയുന്നത് സൈൻ π/6 ആണ് √3/2. അപ്പോൾ സൈൻ ഇൻവേഴ്സ് √3/2 π/6, പുറത്ത് മൈനസ് എന്ന് പറയുമ്പോൾ മൈനസ് π/6 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഉണ്ടോ നോക്കിക്കേ, മൈനസ് π/6. π/6 അല്ലല്ലോ, തെറ്റിപ്പോയില്ലേ. √3/2 ആണല്ലേ. സൈൻ 60 ഡിഗ്രിയാണ് √3/2 അല്ലേ. 60 ഡിഗ്രി എന്ന് വെച്ചാൽ π/3 റേഡിയനാണ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് √3/2 എന്ന് പറയുന്നത് π/3, പുറത്ത് മൈനസ് എന്ന് പറയുമ്പം മൈനസ് π/3 ആണ് കറക്റ്റ് ആൻസർ. സെക്കൻഡ് ഓപ്ഷൻ ആൻസർ ആയിട്ടുണ്ട്. സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് ടാൻ ഇൻവേഴ്സ് 3 പ്ലസ് ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 8 ദെൻ എക്സ് ഈക്വൽസ് വാട്ട്? നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ടാൻ ഇൻവേഴ്സ് എക്സ് മാത്രം അവിടെ തന്നെ നിർത്താം. ടാൻ ഇൻവേഴ്സ് എക്സ് അവിടെ നിർത്തുവാണെങ്കിൽ ഇത് ടാൻ ഇൻവേഴ്സ് 8, ഇത് ഇപ്പുറത്തേക്ക് എടുക്കുമ്പം മൈനസ് ടാൻ ഇൻവേഴ്സ് 3. എന്തുവാ ടാൻ ഇൻവേഴ്സ് 8 മൈനസ് ടാൻ ഇൻവേഴ്സ് 3? ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ, അത് ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് വൈ ബൈ 1 പ്ലസ് എക്സ് വൈ എന്നാണ്. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് 8 മൈനസ് 3 എന്ന് പറയുന്നത് 5 ബൈ 8 × 3 24, 1 പ്ലസ് 24 25. സോ നമുക്ക് എന്ത് കിട്ടി? ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽസ് ടാൻ ഇൻവേഴ്സ് ഓഫ് ഈ 5/25 സിംപ്ലിഫൈ ചെയ്താൽ 1/5 എന്ന് വരും. ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1/5 ആണെങ്കിൽ എക്സ് ഈക്വൽസ് 1/5 എന്ന് വരും. 1/5 ഈസ് ദ കറക്റ്റ് ആൻസർ. എക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്, 1/5 ഈസ് ദ കറക്റ്റ് ആൻസർ. സെക്കൻഡ് ഓപ്ഷൻ ആൻസർ ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ d²y/dx² ഈക്വൽസ് y പ്ലസ് dy/dx the whole square the whole raised to 1/4. ഇതിൻ്റെ ഓർഡറും ഡിഗ്രിയും പറയുക. ഓർഡർ ഓക്കെയാണ്. ഓർഡർ എന്ന് വെച്ചാൽ ഹയസ്റ്റ് ഓർഡർ ഓഫ് ദ ഡെറിവേറ്റീവാണ്. ഇതിനകത്ത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഉണ്ട്, സെക്കൻഡ് ഡെറിവേറ്റീവ് ഉണ്ട്. അപ്പോൾ ഹയസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. ഓർഡർ 2 ആണ്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 2 ആണ്. ഡിഗ്രി പറയണമെങ്കിൽ എല്ലാ ഡെറിവേറ്റീവ്സിനെയും റാഡിക്കൽസിൽ നിന്ന് ഫ്രീ ആക്കണം. ഈ ഹോൾ റേസ് ടു 1/4 എന്ന് വെച്ചാൽ 4th റൂട്ടാണ്, റാഡിക്കലാണ്, ഫ്രീ ആക്കണം. എന്ത് ചെയ്താൽ മതി? രണ്ട് സൈഡിലും പവർ 4 എടുത്താൽ മതി. ടേക്കിംഗ് പവർ 4 ഓൺ ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡും പവർ 4 എടുക്കുമ്പം ഇത് d²y/dx² ദ ഹോൾ റേസ് ടു 1/4 ഈക്വൽ ടു ഇതിൻ്റെ റേസ് ടു 1/4 എടുക്കുമ്പം 1/4 പോയിട്ട് y പ്ലസ് dy/dx the whole square എന്നാവും. ഇപ്പോൾ ഓൾ ദ ഡെറിവേറ്റീവ്സ് ആർ ഫ്രീ ഫ്രം റാഡിക്കൽസ് ആൻഡ് ഫ്രാക്ഷൻസ്. അങ്ങനെയാണെങ്കിൽ ഡിഗ്രി പറയാം. ഡിഗ്രി എന്ന് വെച്ചാൽ എന്താ? ഹയസ്റ്റ് പവർ ഓഫ് ദ ഹയസ്റ്റ് ഡെറിവേറ്റീവ്. ഹയസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് d²y/dx², അതിൻ്റെ പവർ 4. അത് ടേം മാത്രമേ ഉള്ളൂ, 4 ആണ്. അപ്പോൾ ഡിഗ്രി, സോ ഡിഗ്രി ഓഫ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് 2. സോ ഓർഡർ 2, ഡിഗ്രി എന്ന് പറയുന്നത് 2 അല്ലല്ലോ, സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ പവർ 4 ആണ്. അപ്പോൾ ഡിഗ്രി ഈസ് 4. സോ ദ ആൻസർ ഓർഡർ 2 ഡിഗ്രി 4. ആദ്യം ഓർഡർ അല്ലേ, ഓർഡർ ആൻഡ് ഡിഗ്രി. അപ്പോൾ ഓർഡറിൽ തന്നെ ആദ്യം പറയണം ഓർഡർ 2 ഡിഗ്രി 4 ഈസ് ദ കറക്റ്റ് ആൻസർ. 4 2 എന്ന് വെച്ചാൽ ഓർഡർ 4 ഡിഗ്രി 2 എന്നാണ്. തെറ്റാ. ഓർഡർ 2 ഉള്ളൂ, ഡിഗ്രിയാണ് 4. ഓപ്ഷൻ 4 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Z = 2
ഡിറ്റർമിനൻ്റ് ആണ്. ഡിറ്റർമിനൻ്റ് 2 3 + i -2 3 - i 0 -1 + i -2 -1 - i 4 then z is അത് പ്യുവർലി റിയൽ, പ്യുവർലി ഇമാജിനറി, 2 - 7i 2 + 7i ഇങ്ങനെ ഓപ്ഷൻ ഉണ്ട്. ചുമ്മാ മൾട്ടിപ്ലൈ ചെയ്യാം, എക്സ്പാൻഡ് ചെയ്യാം. എന്തോരും എക്സ്പാൻഡ് ചെയ്യുമ്പം z ഈക്വൽസ് എക്സ്പാൻഡ് ചെയ്താൽ ഇത് 2 × 0 × 4 0 ഇത് -1 + i എന്ന് പറഞ്ഞാൽ i - 1 × -1 + i മൈനസ് കോമൺ എടുത്താൽ എന്ത് വരും? മൈനസ് കോമൺ എടുത്താൽ അത് i + 1 വരും. മൈനസ് വരുമ്പോൾ ഇത് പ്ലസ് ആകും i + 1 ശരിയല്ലേ? 0 മൈനസ് ഇതാ ഇൻറ്റു ഇതാ. ഇതിനെ ഞാൻ i - 1 എഴുതി, ഇതിനെ -i + 1 എഴുതി. മൈനസ് പ്ലസ് ആകും. അടുത്തത് -3 + i ഇൻറ്റു ഇത് 3 - i × 4 3 - i × 4 എന്ന് പറയുമ്പോൾ ഇത് 12 - i എന്ന് വരും. മൈനസ് -2 × -1 + i എത്ര വരും? -2 × മൈനസ് എടുക്കുമ്പോൾ ഇത് പ്ലസ് ആകും. പോയിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇത് 2 × -1 -2 + 2i എന്ന് വരും. കറക്റ്റ് അല്ലേ? 0 - 4 × 3 - i 12 - 4i എന്നാവില്ലേ ഇതാ? 12 - 4i ഇൻറ്റു +2 × -1 + i അപ്പം -2 + 2i എന്ന് വരും. ദെൻ -2 × ഇത് 3 - i ഇൻറ്റു -1 - i മൈനസ് കോമൺ എടുത്താൽ -3 - i ഇൻറ്റു 1 + i എന്നാകും. മൈനസ് നമ്മൾ പുറത്തെടുത്തില്ലേ? 1 + i -0 ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുക. എന്താ വരിക? ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പം 2 × ഇത് i - 1 × i + 1 എന്ന് പറയുമ്പം i² - 1² i² - 1 -1² 1 തന്നെ. ദെൻ -3 + i ഇൻറ്റു ഇത് 12 - 2 എന്ന് പറയുന്നത് 10 -4y + 2i -2i എന്ന് വരും. ദെൻ ഇത് മൈനസ് ഇൻറ്റു മൈനസ് +2 × ഇത് 3 - i ഇൻറ്റു 1 + i എന്ന് വരും. ബ്രാക്കറ്റ്സ് എല്ലാം ഓപ്പൺ ചെയ്യാം. ഇത് -1 -1 -2 × 2 -4. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ എത്ര കിട്ടും? ഇത് 3 × 10 30 -6i + 10i -2i² എന്ന് വരും. പ്ലസ് ഇത് 2 × ഇത് 3 + 3i - i -i² എന്ന് വരും. റിയൽ പാർട്ടുകളെല്ലാം ഒരുമിച്ച് എഴുതുക. എന്തോരും റിയൽ പാർട്ടുകളെല്ലാം ഒരുമിച്ച് എഴുതുമ്പം ഇവിടെ -4 ഇത് -30 -34 ഉണ്ട് അല്ലേ? പിന്നെ ഇത് +2 മൈനസ് എടുക്കുമ്പോൾ -2 ഉണ്ട്. റിയൽ പാർട്ടെല്ലാം ഒരുമിച്ച് എഴുതാം. -4 -30 ഇത് -2i² എന്ന് പറയുമ്പോൾ 2 പുറത്ത് -1 വരുമ്പോൾ -2 ദെൻ +6 ദെൻ i² എന്ന് പറയുമ്പം -1 ആണ്. +1 അപ്പോൾ +2 എന്ന് വരും. ദെൻ ഇമാജിനറി പാർട്ട് എടുക്കാം. ഇമാജിനറി പാർട്ട് എന്ന് പറയുമ്പോൾ ഇത് 6i അല്ലെ? -6i + 10i ഒരുമിച്ച് എടുത്താൽ മതി. -6i + 10i -6i + 10i എന്ന് പറയുമ്പം 4i പുറത്ത് മൈനസ് എടുക്കുമ്പം മൊത്തം -4i. ദെൻ 3i - i 2i × 2 എടുക്കുമ്പം +4i എന്ന് വരും. -4iയും +4iയും വെട്ടിക്കഴിഞ്ഞാൽ i എല്ലാം ക്യാൻസലായി പോയിട്ട് 2 - 2 ക്യാൻസലായി പോയി. 34 6 -28 എന്ന് വരും. എന്തായാലും അതൊരു പ്യുവർലി റിയൽ അല്ലേ?
അല്ലേ? ഇത് പ്യുവർലി റിയൽ നമ്പർ ആണെന്ന് കിട്ടും. ഓപ്ഷൻ 1 ഈസ് ദ കറക്റ്റ് ആൻസർ. 10ാമത്തെ ആൻസർ ഓപ്ഷൻ 1 പ്യുവർലി റിയൽ നമ്പർ ആണെന്നാണ്. ചുമ്മാ എക്സ്പാൻഡ് ചെയ്തിട്ട് കോംപ്ലക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ശ്രദ്ധിച്ച് ചെയ്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ അല്ലേ? ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 11 എന്താ നോക്കിക്കേ. ക്വസ്റ്റ്യൻ നമ്പർ 11 ദ ഏരിയ ബിറ്റ്വീൻ ദ കർവ് y² = 4x, ദ എക്സ് ആക്സിസ് ആൻഡ് ദ ഓർഡിനേറ്റ് x = 3. അപ്പോൾ y² = 4x എന്നുള്ള പരാബോള. എങ്ങനെ ഈ y² = 4x എന്നുള്ള പരാബോള? നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതാണ് y² = 4x. എക്സ് ആക്സിസ് ഇതാണ് എക്സ് ആക്സിസ്. ആൻഡ് ദ ഓർഡിനേറ്റ് x = 3. x = 3 എന്ന് പറയുന്നത് ഇതെങ്ങനെ വരും? ഇതാണ് x = 3. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നുണ്ടാക്കുന്ന ഏരിയ ഏതാ? ഏരിയ ബിറ്റ്വീൻ ദ y² = 4x, പിന്നെ എക്സ് ആക്സിസ് ബൗണ്ടറി ആയിരിക്കണം, ആൻഡ് x = 3 ബൗണ്ടറി ആയിരിക്കണം. ഇതെല്ലാം കൂടി ചേർന്നുണ്ടാക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഏരിയ. താഴത്തെ എടുക്കണ്ട, കാരണം എക്സ് ആക്സിസ് ബൗണ്ടറി ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് എന്താണെങ്കിലും ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇത്, രണ്ടും സെയിമാണ്. ഈ ഏരിയ ആണ് കാണാൻ പറയുന്നത്. എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം y = fx-ൻ്റെ താഴെ ഇത് y² = 4x-നെ നമുക്ക് y = ആയിട്ട് എഴുതാം. റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് y = 2√x എന്നാവില്ലേ? y² = x-നെ y = 2√x എന്ന് എഴുതാം. അപ്പോൾ y = 2√x-ന് താഴെ എക്സ് ആക്സിന് മേളിൽ x = a, ഇത് y ആക്സ് ആണ്. x = 0 മുതൽ x = b, അത് 3 ആണ്. ഉണ്ടാക്കുന്ന ഏരിയ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻ്റഗ്രൽ a to b y dx എന്നാണ്. ഇവിടെ ഇൻ്റഗ്രൽ 0 to 3 ആണ്. എയും ബിയും 0യും 3യും. y എന്ന് പറയുന്നത് 2√x ആണ്. dx എന്ന് വരും. സിംപ്ലിഫൈ ചെയ്താൽ 2 പുറത്തെടുക്കാം. √x എന്ന് വെച്ചാൽ x⁻²/2. ഇൻ്റഗ്രൽ എടുക്കുമ്പം x⁻²+1 3/2 ഡിവൈഡ് ബൈ 3/2 എന്ന് വരും. ഫ്രം 0 to 3. സോ ഡിവൈഡ് ബൈ 3/2 എന്ന് വെച്ചാൽ ഇൻറ്റു 2/3 വരും. 2 × 2 4/3 എന്നാകും. ഇൻറ്റു ഇത് 3/3/2 മൈനസ് 0 എന്തെന്നാലും 0. ഈ 3/3/2 എന്ന് വെച്ചാൽ √3³ ആണ്. √3³ എന്ന് പറയുന്നത് എത്രയാണ്? √3 × √3 × √3 3√3 ആണ്. 3 കട്ടായി പോയി കഴിഞ്ഞാൽ ആൻസർ 4√3 എന്ന് വരും. ഓപ്ഷൻ ഉണ്ടോ നോക്കിക്കേ. 4√3 എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ 4 ആണ് നമ്മുടെ ആൻസർ കേട്ടോ. ഓപ്ഷൻ 4 എന്ന് പറയുന്നത് 4√3 ആണ്. ഓപ്ഷൻ 4 ആണ് ആൻസർ. 4√3 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 12 നോക്കാം. എന്താ നോക്കിക്കേ. ക്വസ്റ്റ്യൻ നമ്പർ 12 ഇൻ്റഗ്രേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻ്റഗ്രൽ x² + 4/x⁴ + 16. എന്താ ചെയ്യേണ്ടത്? എല്ലാത്തിനെയും ഒരു x² കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. എന്തോരും x² കൊണ്ട് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്താൽ ഡിവൈഡിങ് ബൈ x² ചെയ്താൽ ഇൻ്റഗ്രൽ x²/x² 1 എന്ന് വരും. പ്ലസ് ഇത് 4/x² എന്നാവും. dx ഡിവൈഡ് ബൈ ഇവിടെ x² കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ഇത് x² പ്ലസ് 16 ഡിവൈഡ് ബൈ x² എന്ന് വരും. ഇനി ഈ ഡിനോമിനേറ്റർ നോക്കാം. x² + 16 ഡിവൈഡ് ബൈ x². ഇത് α² + β² എന്നുള്ള ഫോമാണ്. ഈ α² + β² നമുക്ക് α - β² പ്ലസ് 2α β എഴുതിക്കൂടെ? കാരണം ഇത് എക്സ്പാൻഡ് ചെയ്താൽ α² മൈനസ് 2α β പ്ലസ് β². അപ്പോൾ അതിൽ നിന്ന് 2α β ആഡ് ചെയ്യുമ്പോൾ മൈനസും പ്ലസും ക്യാൻസൽ ആയി പോയിട്ട് α² + β² എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ x² പ്ലസ് 16/x². ആൽഫ ആയിട്ട് x എടുക്കുക, ബീറ്റ ആയിട്ട് 4/x എടുക്കുക. കാരണം α² x². അപ്പോൾ ആൽഫ x. β² 16/x². അപ്പോൾ ബീറ്റ 4/x. 4/xൻ്റെ സ്ക്വയർ ആണ് 16x².
16/x². അപ്പോൾ ഇത് എക്സ് മൈനസ് 4/x ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 16/ബീറ്റ. ബീറ്റ എന്ന് പറയുന്നത് 4/x എന്ന് വരും. എക്സും എക്സും കട്ടായി പോയി കഴിഞ്ഞാൽ ഇതപ്പോൾ എന്തുവാ? എക്സ് മൈനസ് 4/x ദ ഹോൾ സ്ക്വയർ പ്ലസ് 8 എന്ന് വരും. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്ററിനെ എങ്ങനെ എഴുതാൻ നോക്കിക്കേ? 1 പ്ലസ് 4/x² ഇൻറ്റു dx ഡിവൈഡ് ബൈ ഇതിനെ എക്സ് മൈനസ് 4/x ദ ഹോൾ സ്ക്വയർ പ്ലസ് 8 എന്ന് എഴുതാം. ഇപ്പം അതാ നോക്കുക, ഇതിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ ഇത്? എക്സിൻ്റെ ഡെറിവേറ്റീവാണ് 1. പിന്നെ 4/xൻ്റെ ഡെറിവേറ്റീവ് -4/xൻ്റെ ഡെറിവേറ്റീവ് 4 കോൺസ്റ്റൻ്റാണ് പോയിട്ട് -1/xൻ്റെ ഡെറിവേറ്റീവ് 1/x². അപ്പോൾ ഇത് 4/x² ആയത് വരും. അപ്പോൾ ഈ ബ്രാക്കറ്റിൻ്റെ ഡെറിവേറ്റീവാണ് ഇതെന്നുള്ളത് കൊണ്ട് അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. എക്സ് മൈനസ് 4/xന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം, ടി. എക്സ് മൈനസ് 4/x ടി ആണെങ്കിൽ ഡിഫറൻഷ്യൽസ് എടുക്കുമ്പം 1 പ്ലസ് 4/x² dx dt എന്നാകും. സോ നമ്മുടെ ഇൻ്റഗ്രൽ dt ഡിവൈഡഡ് ബൈ t² പ്ലസ് 8നെ നമുക്ക് 2√2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇതിപ്പോൾ ഏത് ഫോമാ? 1/x² പ്ലസ് a² എന്നുള്ള ഫോം. എന്താ 1/x² പ്ലസ് a² ഇൻ്റഗ്രൽ? 1/a tan ഇൻവേഴ്സ് x/a എന്ന് വരും പ്ലസ് c ദാറ്റ് ഈസ് 1/2√2 tan ഇൻവേഴ്സ് ടി എന്ന് പറയുന്നത് എക്സ് മൈനസ് 4/x. അപ്പോൾ എക്സ് മൈനസ് 4/x ഡിവൈഡ് ബൈ 2√2 വെച്ചാൽ ഇൻറ്റു 1/2√2 എന്ന് വരും പ്ലസ് സി. ഓപ്ഷൻ എങ്ങനെയാ? ഓപ്ഷൻ എന്ന് പറയുന്നത് x² ഫോം. അപ്പോൾ ഈ ബ്രാക്കറ്റ് LCM എടുത്താലാണുള്ള ആൻസർ ഉള്ളത്. അപ്പോൾ 1/2√2 tan ഇൻവേഴ്സ് എങ്ങനെ വരും? ഇത് x² മൈനസ് 4/2√2x എന്ന് വരും. കറക്റ്റ് അല്ലേ? x² മൈനസ് 4/x എന്ന് വരും. ഇൻറ്റു 1/2√2 ചെയ്യുമ്പോൾ താഴെ 2√2 കൂടി വരും. അപ്പോൾ 1/2√2 tan ഇൻവേഴ്സ് x² മൈനസ് 4 ഡിവൈഡ് ബൈ 2√2x എന്ന് വരും. ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിക്കേ. 1/2√2 tan ഇൻവേഴ്സ് x² മൈനസ് 4 ഡിവൈഡ് ബൈ 2√2x. ഓപ്ഷൻ 4 അല്ലേ? 4th ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 12 ഓപ്ഷൻ 4 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 13. എന്താ നോക്കിക്കേ? ക്വസ്റ്റ്യൻ നമ്പർ 13 ഇൻ്റഗ്രൽ e⁻x ഇൻറ്റു tan x പ്ലസ് log sec x. നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഇൻ്റഗ്രലുണ്ട് e⁻x. ഇൻ്റഗ്രൽ e⁻x ഇൻറ്റു f(x) പ്ലസ് f'(x) നമ്മൾ പഠിക്കുന്നുണ്ട്. എന്തുവാ ഇൻ്റഗ്രൽ ഓഫ് e⁻x ഇൻറ്റു f(x) പ്ലസ് f'(x) എന്ന് പറയുന്നത് e⁻x ഇൻറ്റു f(x) പ്ലസ് c എന്നാണ്. e⁻x ഇൻറ്റു f(x) പ്ലസ് c എന്നാണ്. സോ ഇവിടെ അപ്പോൾ എന്ത് വരും? ഇത് e⁻x ഇൻറ്റു tan x പ്ലസ് log sec x. ഈ log sec xൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1/sec x ഇൻറ്റു sec x tan x. sec x വെട്ടിപ്പോയി കഴിഞ്ഞാൽ tan x അല്ലേ വരിക. അപ്പം log sec xൻ്റെ ഡെറിവേറ്റീവാണ് tan x. അപ്പം log sec x fx എന്നെടുത്താൽ tan x എന്ന് പറയുന്നത് f'(x) tan x എന്ന് പറയുന്നത് f'(x) ആണ്. അപ്പോൾ ഇത് e⁻xൻ്റെ fx പ്ലസ് f'(x). അപ്പോൾ ആൻസർ എത്ര വരും? e⁻x ഇൻറ്റു fx ആയിട്ട് log sec x പ്ലസ് c എന്ന് വരും. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ e⁻x ഇൻറ്റു log sec x പ്ലസ് c. ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ എന്ന് പറയും. സിമ്പിളാണ് ക്വസ്റ്റ്യൻ. ഇത് കാണുമ്പോൾ ഇത് ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ക്വസ്റ്റ്യൻ നമ്പർ 14 ഇൻ്റഗ്രൽ ഓഫ് cosec raised to 4x dx. എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഈ cosec raised to 4xനെ നമുക്ക് cosec square x ഇൻറ്റു cosec square x ആയിട്ട് കാണുക.
ഈ കൊസീക് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് കോട്ടെക്സിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ, മൈനസ് ഉണ്ട്, കോട്ടെക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക് സ്ക്വയർ എക്സാണ്, മൈനസ് നമുക്ക് സമാധാനം കൊണ്ട് ഇടാം. അപ്പോൾ ഇത് കോട്ടെക്സിൻ്റെ ഡെറിവേറ്റീവ് ആയതുകൊണ്ട് ഒരു കൊസീക് സ്ക്വയർ അവിടെ നിൽക്കട്ടെ. ഈ കൊസീക് സ്ക്വയർ എക്സിനെ നമുക്ക് 1 പ്ലസ് കോട്ട് സ്ക്വയർ എക്സ് എന്ന് എഴുതാം ഇൻറ്റു കൊസീക് സ്ക്വയർ എക്സ് ഡി എക്സ്. ശരിയല്ലേ? കൊസീക് സ്ക്വയർ എക്സ് മൈനസ് കോട്ട് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ കൊസീക് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് 1 പ്ലസ് കോട്ട് സ്ക്വയർ എക്സ്. ഇപ്പോൾ അതാ നോക്കുക, കോട്ടെക്സ് അതിൻ്റെ ഡെറിവേറ്റീവ് കൊസീക് സ്ക്വയർ എക്സ് ഒരു മൈനസിൻ്റെ കുറവേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്താൽ മതി, കോട്ടെക്സിൻ്റെ ഡെറിവേറ്റീവ് ഉള്ളത് കോട്ടെക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. പുട്ട് കോട്ടെക്സ് ഈക്വൽ ടു ടി കൊടുക്കാം. കോട്ടെക്സിൻ്റെ ടി ആണെങ്കിൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ മൈനസ് കൊസീക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഡി ടി ആകും. അപ്പോൾ കൊസീക് സ്ക്വയർ എക്സ് ഡി എക്സ് മൈനസ് ഡി ടി എന്നാകും. എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ 1 പ്ലസ് ടി സ്ക്വയർ ഇൻറ്റു കൊസീക് സ്ക്വയർ ഡി എക്സ് എന്ന് പറയുന്നത് മൈനസ് കൊസീക് സ്ക്വയർ എക്സ് ഡി എക്സ് ആണ് ഡി ടി. അപ്പോൾ കൊസീക് സ്ക്വയർ എക്സ് ഡി എക്സ് മൈനസ് ഡി ടി എന്നാവും. മൈനസ് പുറത്തെടുക്കാം. മൈനസ് പുറത്തെടുത്താൽ ഇൻ്റഗ്രൽ 1 ഡി ടി ടി ആണ്, പ്ലസ് ഇൻ്റഗ്രൽ ടി സ്ക്വയർ എന്ന് പറയുന്നത് ടി ക്യൂബ് ബൈ 3 ആണ്, പ്ലസ് സി ടി എന്ന് പറഞ്ഞാൽ കോട്ടെക്സ്. സോ മൈനസ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ടി, അതായത് മൈനസ് കോട്ടെക്സ് മൈനസ് കോട്ട് ക്യൂബ് എക്സ് ഡിവൈഡ് ബൈ 3 പ്ലസ് സി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഉണ്ടോ നോക്കിക്കേ, മൈനസ് കോട്ടെക്സ് മൈനസ് കോട്ട് ക്യൂബ് എക്സ് ഡിവൈഡ് ബൈ 3. ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ. തേർഡ് ഓപ്ഷനാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പം കറക്റ്റായിട്ട് തോന്നണം. ഇൻ്റഗ്രേഷൻ നമ്മൾ ഒരു ഐഡിയ ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 15. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 15 നോക്കിക്കേ. ഇൻ്റഗ്രൽ മോഡ് എക്സ് ഡിവൈഡ് ബൈ എക്സ്. എങ്ങനെയാണ് ഇൻ്റഗ്രൽ മോഡ് എക്സ് ഡിവൈഡ് ബൈ എക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചു വെക്കണം, മോഡ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 0 കേട്ടോ, 0 എന്നുള്ള പോയിന്റിലൊഴികെ മോഡ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മോഡ് എക്സ് ബൈ എക്സ് എക്സെപ്റ്റ് അറ്റ് എക്സ് ഈക്വൽ 0 കേട്ടോ. എക്സ് ഈക്വൽ 0 അത് ശരിയാവില്ല. അപ്പം മോഡ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എക്സ് നോട്ട് ഈക്വൽ 0 ആണെങ്കിൽ മോഡ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മോഡ് എക്സ് ബൈ എക്സ് ആണ്. അപ്പം തിരിച്ചു പറഞ്ഞാൽ മോഡ് എക്സ് ബൈ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? മോഡ് എക്സ് പ്ലസ് സി ആയിരിക്കും. മോഡ് എക്സ് ബൈ എക്സിൻ്റെ ഇൻ്റഗ്രൽ ആണ് ചോദിച്ചിരിക്കുന്നത്. മോഡ് എക്സ് പ്ലസ് സി ആണ് ആൻസർ. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ അല്ലേ? പഠിച്ചോളൂ കേട്ടോ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 16. എന്താ നോക്കിക്കേ. ക്വസ്റ്റ്യൻ നമ്പർ 16. ഇഫ് എക്സ് വൈ ഇസഡ് ആർ ഡിഫറൻറ്റ് ആൻഡ് മോഡ് ഓഫ് അല്ല ഡിറ്റർമിനൻ്റ് ആണ്. ഡിറ്റർമിനൻ്റ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ 1 പ്ലസ് എക്സ് ക്യൂബ് വൈ വൈ സ്ക്വയർ 1 പ്ലസ് വൈ ക്യൂബാണ്. ഒരു പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഇത് വൈ ക്യൂബാണ്. 1 വൈ സ്ക്വയർ 1 പ്ലസ് വൈ ക്യൂബ് ഇസഡ് സ്ക്വയർ 1 പ്ലസ് ഇസഡ് ക്യൂബ് ഈക്വൽ ടു 0. ദെൻ ഇത് NCERTയിലുള്ള ക്വസ്റ്റ്യൻ ആണ്, സോൾവ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഡിറ്റർമിനൻ്റ് 0 ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 പ്ലസ് എക്സ് വൈ ഇസഡിൻ്റെ വാല്യൂ 0 ആയിരിക്കും. NCERTയിൽ ഇത് പ്രൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇഫ് എക്സ് വൈ ഇസഡ് ആർ ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് ദിസ് ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0 ദെൻ 1 പ്ലസ് എക്സ് വൈ ഇസഡ് 0. ഈ 1 പ്ലസ് എക്സ് വൈ ഇസഡ് 0 ആകുക എന്ന് പറഞ്ഞാൽ എക്സ് വൈ ഇസഡിൻ്റെ വാല്യൂ അപ്പോൾ എത്രയാണ്? -1 ആണ്. എക്സ് വൈ ഇസഡ് ഈക്വൽ ടു -1 എന്നുള്ള ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുണ്ട്. ഓപ്ഷൻ 1 ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 16. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 17 നോക്കാം. എന്താ നോക്കിക്കേ. ക്വസ്റ്റ്യൻ നമ്പർ 17. ഇഫ് എ ഈക്വൽസ് matrix 1 -1 2 1 b equals a 1 b -1 and a plus b the whole square equals a square plus b square plus 2ab, then values of
എ ആൻഡ് ബി ഈസ്. എങ്ങനെയാ അപ്പോൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ആണെന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം ഈ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്തുവാ? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ തന്നിരിക്കുന്നത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്നാണ് തന്നിരിക്കുന്നത്. ഈ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ശരിക്കും പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എന്തോരും എ ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ഇൻറ്റു ബി എ ബി പ്ലസ് ബി ഇൻറ്റു എ ബി എ പ്ലസ് ബി ഇൻറ്റു ബി ബി സ്ക്വയർ. അപ്പം നമ്മളോട് ഇതാണെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പം നമുക്ക് എന്താ പറയാൻ പറ്റുക? എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി എ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്ന് വരും. അപ്പോൾ എല്ലാം കൂടി LHSലേക്ക് കൊണ്ടുവന്നാൽ ഇതിപ്പുറത്ത് വരുമ്പോൾ മൈനസ് എ സ്ക്വയർ ആകും, രണ്ടും കട്ടായി പോവും. ഇതിപ്പുറത്ത് വരുമ്പോൾ മൈനസ് ബി സ്ക്വയർ ആകും, ഇത് രണ്ടും കട്ടായി പോവും. പോയിട്ട് ഇതും കൂടി ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് എ ബി പ്ലസ് ബി എ അല്ലേ, എ ബി പ്ലസ് ബി എ മൈനസ് 2ab ഈക്വൽസ് ടു 0 എന്ന് വരും. അതിൽ എ ബി മൈനസ് 2ab അത് മൈനസ് എ ബി ആണ്. അതായത് എ ബി മൈനസ് എ ബി അല്ലല്ലോ ബി അല്ലേ, ബി എ മൈനസ് എ ബി ഈക്വൽ ടു 0 എന്ന് വരും. എന്നുവെച്ചാൽ ബി എ ഈക്വൽ ടു എ ബി എന്ന് വരും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എ ബിയും ബി എയും ഈക്വൽ ആണെന്നാണ്. എ ബിയും ബി എയും കണ്ടുപിടിച്ചിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. എയുടെയും ബിയുടെയും വാല്യൂസ് കിട്ടും. നമുക്കപ്പോൾ ആദ്യം എ ബി കണ്ടുപിടിക്കാം. എന്താ വരിക എന്ന് പറഞ്ഞ് എ ബി എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്തോരം മൾട്ടിപ്ലൈ ചെയ്യുമ്പം 1 ഇൻറ്റു എ പ്ലസ് മൈനസ് 1 ഇൻറ്റു ബി എ മൈനസ് ബി എന്നാവും. ദെൻ 1 ഇൻറ്റു 1 1 പ്ലസ് മൈനസ് 1 ഇൻറ്റു മൈനസ് 1 1 തന്നെ വരും. 1 പ്ലസ് 1 2 എന്ന് വരും. അടുത്ത 2a പ്ലസ് ബി എന്ന് വരും. ഇത് 2a പ്ലസ് ബി എന്ന് വരും. ദെൻ 2 മൈനസ് 1 1 എന്ന് വരും. ശരിയല്ലേ? എ മൈനസ് ബി 1 മൈനസ് 1 പ്ലസ് 1 2 ദെൻ 2a പ്ലസ് ബി ദെൻ 2 പ്ലസ് നെഗറ്റീവ് 1 2 പ്ലസ് നെഗറ്റീവ് 1 എന്ന് പറയുമ്പം 1 എന്ന് വരും. ഇതേപോലെ തന്നെ ബി എ കണ്ടുപിടിക്കുക. എന്തുവാ ബി എ എന്ന് പറയുന്നത്? ബി ഇൻറ്റു എ. ഇത് ആദ്യം എഴുതണം. അതായത് മെട്രിക്സ് A1b മൈനസ് 1 ഇൻറ്റു 1 മൈനസ് 1 2 1 എന്ന് വരും. എന്തോരും മൾട്ടിപ്ലൈ ചെയ്യുമ്പം ബി എ ഇത് എ പ്ലസ് 2 എന്ന് വരും. എ ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 2. അടുത്തത് മൈനസ് എ പ്ലസ് 1 1 മൈനസ് എ എന്ന് വരും. അടുത്തത് ബി പ്ലസ് നെഗറ്റീവ് 2 എന്ന് വരും. ബി മൈനസ് 2 എന്ന് വരും. ശരിയല്ലേ? ദെൻ മൈനസ് ബി മൈനസ് 1 എന്ന് വരും. മൈനസ് ബി മൈനസ് 1 രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക. രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്താൽ മതി. രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്താൽ അല്ലേ, ഈ രണ്ട് എലമെൻറ്റ്സ് എ ബി ഈക്വൽ ടു ബി എ ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഈക്വലായി ചെയ്ത് കഴിഞ്ഞാൽ 2 ഈക്വൽ ടു 1 മൈനസ് എ എന്ന് വരും. ഓർ എയുടെ വാല്യൂ മൈനസ് 1 കിട്ടും. അതുപോലെ തന്നെ ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്താൽ മൈനസ് ബി മൈനസ് 1 ഈക്വൽസ് മൈനസ് ബി മൈനസ് 1 എന്ന് കിട്ടും. ബിയുടെ വാല്യൂ മൈനസ് 1 മൈനസ് 1 മൈനസ് 2 എന്ന് കിട്ടും. ശരിയാവുന്നുണ്ടോ എന്ന് നോക്കാം. എ മൈനസ് ബി എത്രയാ? എ മൈനസ് ബി എന്ന് പറയുന്നത് മൈനസ് 1 മൈനസ് മൈനസ് 2 മൈനസ് 1 പ്ലസ് 2 1 കിട്ടും. അത് എ പ്ലസ് 2 ആയിട്ട് ശരിയാവുന്നുണ്ടോ എന്ന് നോക്കണം. എ മൈനസ് 1 എടുക്കുമ്പോൾ മൈനസ് 1 പ്ലസ് 2 1 കിട്ടുന്നുണ്ട്. കറക്റ്റാണ്. അതുപോലെ 2a പ്ലസ് ബി മൈനസ് 2 മൈനസ് 2 മൈനസ് 4 അത് മൈനസ് 2 മൈനസ് 2 മൈനസ് 4 കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാം ശരിയാകുന്നുണ്ട്. അപ്പോൾ എ മൈനസ് 1 ബി മൈനസ് 2 ഈസ് ദ കറക്റ്റ് ആൻസർ. ഉണ്ടല്ലോ, എ മൈനസ് 1 ബി മൈനസ് 2 ഫോർത്ത് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത്. ഓപ്ഷൻ 4 ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 70. ഓക്കെ അല്ലേ? അപ്പോൾ ഈ സംഭവം കാണുമ്പോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എ ബി ഈക്വൽ ടു ബി. അപ്പോൾ എ ബിയും ബി എയും കണ്ടുപിടിച്ചിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. ഓപ്ഷൻ 4 നമുക്ക് നേരെ ആൻസർ കിട്ടും. നമ്പർ 18ലേക്ക് പോകാം. എന്താ നോക്കിക്കേ, ക്വസ്റ്റ്യൻ നമ്പർ 18.
the function f of x equal to ax cube plus bx square plus 11x minus 6 satisfies the conditions of Rolle's theorem in 1, 3. And f dash of 2 plus 1 by root 3 equal to 0, then the values of a and b are. അപ്പോൾ ഈ റോൾസ് തിയറത്തിൻ്റെ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നു. റോൾസ് തിയറത്തിൻ്റെ കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ? കണ്ടിന്യൂസ് ഓൺ ക്ലോസ് ഇൻ്റർവെൽ ആയിരിക്കണം, പോളിനോമിയൽ ആയതുകൊണ്ട് കണ്ടിന്യൂസ് ആണ്. ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവെൽ ആയിരിക്കണം, പോളിനോമിയൽ ആയതുകൊണ്ട് തന്നെ ഡിഫറൻഷ്യബിൾ ആണ്. ദെൻ എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ആയിരിക്കണം. അതായത് എഫ് ഓഫ് 1 ഈക്വൽസ് ടു എഫ് ഓഫ് 3 ആയിരിക്കണം. എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു 1 ക്യൂബ് എ പ്ലസ് ബി ഇൻറ്റു 1 സ്ക്വയർ ബി പ്ലസ് 11 ഇൻറ്റു 1 11 മൈനസ് 6 ഈക്വൽ ടു എഫ് ഓഫ് 3 എന്ന് പറയുമ്പം എ ഇൻറ്റു 3 ക്യൂബ് 27 എ ബി ഇൻറ്റു 3 സ്ക്വയർ 9 ഇൻറ്റു ബി അല്ലെ 3 സ്ക്വയർ 9 9 ബി പ്ലസ് 11 ഇൻറ്റു 3 33 മൈനസ് 6. എല്ലാം കൂടി ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ 27 എ മൈനസ് എ 26 എ 9 ബി മൈനസ് ബി പ്ലസ് 8 ബി ദെൻ മൈനസ് 6 രണ്ട് സൈഡിൽ നിന്ന് കട്ടായി പോകും. പോയിട്ട് എത്രയാണ് വരിക? 11 മൈനസ് 33 മൈനസ് 22 എന്ന് വരും. കറക്റ്റ് അല്ലേ? ഇത് 26 എ പ്ലസ് 8 ബി ഈക്വൽ ടു 11 മൈനസ് 33 എന്ന് പറയുമ്പോൾ മൈനസ് 22. ഒരു 2 കൊണ്ട് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 13a പ്ലസ് അല്ലേ 13a പ്ലസ് 4b ഈക്വൽ ടു മൈനസ് 11. ഇക്വേഷൻ നമ്പർ 1. നമ്മുടെ ഉദ്ദേശം എയും ബിയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഒരു ഇക്വേഷൻ കിട്ടി. ഇപ്പം തന്നെ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കാം. എത്ര ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കിയാൽ ആദ്യം ഓപ്ഷൻ 1. രണ്ടാമത്തെ കണ്ടീഷൻ ആവശ്യമുണ്ടെങ്കിൽ നോക്കിയാൽ മതി. രണ്ടെണ്ണം ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി. 1ഉം മൈനസ് 6ഉം എക്ക് 1ഉം ബിക്ക് മൈനസ് 6ഉം ഇട്ട് കൊടുത്താൽ എന്ത് വയ്ക്കും? 13 ഇൻറ്റു 1 ഇത് 13 4 ഇൻറ്റു ബി 4 ഇൻറ്റു മൈനസ് 6 മൈനസ് 24 എന്ന് വരും. 13 മൈനസ് 24 എന്ന് പറയുന്നത് മൈനസ് 11. അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ 1 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി ഓപ്ഷൻ 2. എങ്ങനെ ഓപ്ഷൻ 2? 13 ഇൻറ്റു മൈനസ് 2 മൈനസ് 26 പ്ലസ് 4 മൈനസ് 11 കിട്ടുന്നില്ല. ഇനി മൈനസ് 1 എക്ക് മൈനസ് 1ഉം ബിക്ക് 1/2 ഇട്ട് കൊടുത്താൽ ഇത് മൈനസ് 13 4 ഇൻറ്റു 1/2 എന്ന് പറയുമ്പം പ്ലസ് 2 എന്ന് വരും. മൈനസ് 13 പ്ലസ് 2 മൈനസ് 11. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടെണ്ണം സാറ്റിസ്ഫൈ എന്നുള്ളതുകൊണ്ട് ഈ കണ്ടീഷനും കൂടി എടുക്കുക. എന്താ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്? എഫ് ഡാഷ് ഓഫ് 2 പ്ലസ് 1 ബൈ റൂട്ട് 3 എന്ന് പറയുന്നത് 0 ആയിരിക്കണം. അപ്പോൾ എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കുക. എന്താ എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത്? 3ax സ്ക്വയർ പ്ലസ് 2bx പ്ലസ് 11 എന്ന് വരും. അപ്പോൾ എഫ് ഡാഷ് ഓഫ് 2 പ്ലസ് 1 ബൈ റൂട്ട് 3 എഫ് ഡാഷ് ഓഫ് 2 പ്ലസ് 1 ബൈ റൂട്ട് 3 എന്ന് പറയുമ്പം അത് 3a ഇൻറ്റു 2 പ്ലസ് 1 ബൈ റൂട്ട് 3 പ്ലസ് 2b ഇൻറ്റു 2 പ്ലസ് 1 ബൈ റൂട്ട് 3 പ്ലസ് 11 എന്ന് വരും. അപ്പോൾ എഫ് ഡാഷ് ഓഫ് 2 പ്ലസ് 1 ബൈ 3 0 എന്ന് പറഞ്ഞാൽ 3a ഇൻറ്റു 2 പ്ലസ് 1 ബൈ റൂട്ട് 3 പ്ലസ് 2b ഇൻറ്റു 2 പ്ലസ് 1 ബൈ റൂട്ട് 3 പ്ലസ് 11ൻ്റെ വാല്യൂ 0. ഇതും കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. ഓപ്ഷൻ ഏതാ നോക്കണം. എന്തായാലും ഇതിൽ ശരിയാകത്തില്ല. -13 പ്ലസ് 24 എന്ന് പറയുന്നത് 11 വരത്തുള്ളൂ. അപ്പം 1 അല്ലെങ്കിൽ 3 ആണ് ഇപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യണത്. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് 1ഉം 3ഉമാണ്. അതിൽ ഇതുകൂടി സാറ്റിസ്ഫൈ ചെയ്യണം നോക്കി വെച്ചാൽ മതി. അപ്പോൾ ഇതും കൂടി സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് പറയുമ്പോൾ എത്ര വരും? ഓപ്ഷൻ ഇത് നോക്കാം. ഓപ്ഷൻ ബി ആദ്യം നോക്കാം. ഓപ്ഷൻ ബി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എന്താ വരിക? എക്ക് -1 ബിക്ക് 1/2 ഇട്ട് കൊടുത്താൽ എക്ക് -1 ഇട്ട് കൊടുക്കുമ്പോൾ ഇത് -3 അകത്തേക്ക് എടുക്കുമ്പം -6 പ്ലസ് 3 ഇൻറ്റു 1 ബൈ റൂട്ട് 3 അത് 3 ബൈ റൂട്ട് 3 എന്ന് വരും. പിന്നെ ബിക്ക് നമ്മൾ 1/2 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 2 ഇൻറ്റു 1/2 1 വരും. അപ്പോൾ ഇത് പ്ലസ് 2 പ്ലസ് 1 ബൈ റൂട്ട് 3 എന്ന് വരും. പ്ലസ് 11 0 കിട്ടുന്നുണ്ടോ നോക്കിക്കേ. ഇത് 3 ബൈ റൂട്ട് 3 പ്ലസ് 1 ബൈ റൂട്ട് 3 എന്ന് പറയുമ്പോൾ 4 ബൈ റൂട്ട് 3 ആണ്.
0 ആകുന്നില്ല. അപ്പോൾ പിന്നെ ഓപ്ഷൻ 1 ആയിരിക്കും ആൻസർ. ഓപ്ഷൻ 1 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കിക്കേ. എക്ക് നമ്മൾ 1ഉം ബിക്ക് -6ഉം കൊടുത്താൽ എക്ക് 1ഉം ബിക്ക് -6 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് 3 × 2 6 പ്ലസ് ഇത് എത്ര വരും? എക്ക് 1 കൊടുക്കുമ്പോൾ 3 × 2 6 പ്ലസ് 3/√3. 3/√3 എന്ന് പറയുമ്പം അങ്ങനെ എഴുതിയാൽ മതി 3/√3. ബിക്ക് -6 കൊടുക്കുമ്പോൾ ഇത് 2 × -6 -12 -12 × 2 -24 -12 × 1/√3 -12/√3 എന്ന് വരും. പ്ലസ് 11 വാല്യൂ 0 കിട്ടുന്നുണ്ടോ നോക്കിക്കേ. എത്രയാണ് വരിക? ഇത് 11ഉം 6ഉം 17 17 - 24 17 - 24 -7 എന്ന് വരും. ദെൻ 3/√3 -12/√3 എന്ന് പറയുമ്പോൾ -9/√3 ശരിയല്ലേ? -9/√3 -7 + 1 അല്ലേ ചെയ്യുമ്പോൾ -7 + 7 0 എന്ന് കിട്ടും. ഫസ്റ്റ് ഓപ്ഷൻ അപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യും. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇത് മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. ഇത് സാറ്റിസ്ഫൈ ചെയ്തില്ല. ഫസ്റ്റ് ഓപ്ഷൻ ഗീവ്സ് ദ കറക്റ്റ് ആൻസർ. 18ൻ്റെ ആൻസർ 1 വരും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. നമ്പർ 19. ദ ഫംഗ്ഷൻ f(x) = ax + b by x - 1 into x - 4 has a local maximum at x = 2. അറ്റ് 2 - 1 അതായത് 2 - 1 എന്നുള്ള പോയിന്റ് ഒരു ലോക്കൽ മാക്സിമം പോയിന്റാണ്. എന്ന് പറഞ്ഞാൽ എക്സിന് 2 ഇട്ട് കൊടുത്താൽ വൈയുടെ f(x)ൻ്റെ വാല്യൂ -1 അതായത് f(2) = -1 ആണ്. എന്താ f(2) എന്ന് പറയുന്നത്? a × 2 അതായത് 2a + b ഡിവൈഡ് ബൈ 2 - 1 × 2 - 4 എന്ന് പറയുന്നത് -1 ആണ്. ദാറ്റ് ഈസ് 2 - 1 എന്ന് പറയുന്നത് 1, 2 - 4 എന്ന് പറയുന്നത് -2. സോ 2a + b എന്ന് പറയുന്നത് 2 എന്ന് വരും. കറക്റ്റ് അല്ലേ? 2a + b ഡിവൈഡ് ബൈ 2 - 1 1 അപ്പോൾ 2 - 4 -2 -2 × -1 2 എന്ന് കിട്ടും. അപ്പോൾ 2a + b = 2 എന്ന് വരും. ഇക്വേഷൻ നമ്പർ 1. ഇനി ലോക്കൽ മാക്സിമം ആണെന്ന് പറയുമ്പം x = 2ൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ് അല്ലേ? സോ f'(2) എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ f'(x) നമുക്ക് കണ്ടുപിടിക്കാം. എന്തുവാ f'(x) എന്ന് പറയുന്നത്? f'(x) എന്ന് പറയുമ്പം x - 1 × x - 4 the whole square upon x - 1 × x - 4 into derivative of ax + b a മാത്രം minus ax + b into ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ്. ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ പ്രൊഡക്റ്റ് റൂൾ വെച്ച് ചെയ്യണം. x - 1 into ഡെറിവേറ്റീവ് ഓഫ് x - 4 1 ആണ് പ്ലസ് x - 4 into ഡെറിവേറ്റീവ് ഓഫ് x - 1 1 ആണ്. ഇതാണ് f'(x). അപ്പോൾ f' ലോക്കൽ മാക്സിമം ആയതുകൊണ്ട് f'(2) എന്ന് പറയുന്നത് 0 ആയിരിക്കണം. കാരണം 2 - 1ലാണ് ഡെറിവേറ്റീവ് 0 ആണ്. അപ്പോൾ f'(2) എന്ന് പറയുന്നത് 0 തന്നെ. ഡിനോമിനേറ്റർ എന്താണെങ്കിലും 0 ആവില്ല. പോയിട്ട് ഇത് 0 ആണെന്ന് വെച്ചാൽ ന്യൂമറേറ്റർ 0 ആയാൽ മതി. അതായത് ന്യൂമറേറ്ററിൽ എക്സിന് 2 ഇട്ട് കൊടുത്താലുള്ളത് 0 തന്നെ. എത്ര വരും അപ്പം? 2 - 1 1 into 2 - 4 -2 -2 into a അപ്പം -2a minus of ഇത് 2a + b minus of 2a + b into ഇത് 2 - 1 1 plus 2 - 4 -2 ഈ വാല്യൂ 0 ആകണം. അതിൽ 2a + bയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 2 ആണ്. അതിവിടെ ഇട്ട് കൊടുത്താൽ -2a + bയുടെ വാല്യൂ 2 ആയിരിക്കണം. അപ്പം 2 into ഇത് 1 - 2 -1 അപ്പോൾ ഇത് +2 ആകും =0. അപ്പം 2a = 2 a = 1. a 1 ആണെങ്കിൽ ഇവിടെ ഇട്ട് കൊടുത്താൽ b കിട്ടും. എയുടെ വാല്യൂ 1 ഇവിടെ കൊടുത്താൽ 2 + b = 2 b = 0 കിട്ടും. അപ്പം എയുടെ വാല്യൂസ് 1 ബിയുടെ വാല്യൂ 0. ഓപ്ഷൻ ഉണ്ടോ? a = 1 b = 0 ഓപ്ഷൻ ഉണ്ട്. സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. സോ ക്വസ്റ്റ്യൻ നമ്പർ 19 ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ?
ക്വസ്റ്റ്യൻ നമ്പർ 20 നോക്കാം. എന്താ നോക്കിക്കേ, ക്വസ്റ്റ്യൻ നമ്പർ 20. The solution of the differential equation dy by dx equal to 1 plus y square by 1 plus x square. എന്താ വരിക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിനെ dy by 1 plus y square equals dx by 1 plus x square എന്ന് എഴുതാം. 1 by 1 plus y സ്ക്വയറിൻ്റെ ഇപ്പോൾ എന്ത് ചെയ്യുക, വേരിയബിൾ സെപ്പറബിൾ ആയതുകൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. 1 by 1 plus y സ്ക്വയർ ഇൻ്റഗ്രൽ ടാൻ ഇൻവേഴ്സ് y ആണ്, ഈക്വൽ ടു ഇത് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി എന്നെടുക്കാം. സീനെ നമുക്ക് വേണമെങ്കിൽ ടാൻ ഇൻവേഴ്സ് സി എന്ന് എഴുതാം. കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. എന്താ സംഭവം അപ്പം ചെയ്യേണ്ടത്? ഇതും കൂടി ഇപ്പുറത്തേക്ക് എടുത്താൽ നമുക്ക് ടാൻ ഇൻവേഴ്സ് വൈ മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് വരും അല്ലേ. ടാൻ ഇൻവേഴ്സ് വൈ മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് സി എന്ന് എഴുതാം. സോ ടാൻ ഇൻവേഴ്സ് വൈ മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സിനെ നമുക്ക് ടാൻ ഇൻവേഴ്സ് y minus x by 1 plus xy equal to tan inverse c എന്ന് എഴുതാം. അകത്തുള്ളത് ഇക്വേറ്റ് ചെയ്താൽ y minus x by 1 plus xy equal to c എന്നൊരു ഓപ്ഷൻ ഉണ്ടോ നോക്കിക്കേ. y minus x equal to c into 1 plus xy, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ആയുള്ള ആൻസർ ഉണ്ട്. y minus x is equal to c into 1 plus xy ആൻസർ ഉണ്ട്. സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 21ലേക്ക് പോകാം. ഗിവൺ ദാറ്റ് എ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to x t സ്ക്വയർ ഡി ടി ദെൻ എ ഓഫ് 3. എ ഓഫ് 3യുടെ വാല്യൂ ചോദിച്ചിരിക്കുന്നു. എ ഓഫ് 3 എന്ന് പറയുമ്പം എക്സിന് പകരം 3 ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 3 ടി സ്ക്വയർ ഡി ടി എന്ന് വരും. ഇൻ്റഗ്രൽ ടി സ്ക്വയർ എന്ന് പറയുന്നത് ടി ക്യൂബ് ബൈ 3 ആണ്, ഫ്രം 0 to 3. അപ്പോൾ ഇത് 3 ക്യൂബ് ഡിവൈഡ് ബൈ 3 മൈനസ് 0 ക്യൂബ് ബൈ 3, അത് 0. ഒരു 3 കട്ടായി പോയി കഴിഞ്ഞാൽ 3 സ്ക്വയർ എന്ന് വരും, 9 എന്ന് വരും. ഓപ്ഷൻ 1 ഈസ് ദ കറക്റ്റ് ആൻസർ. ശരിയല്ലേ? ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 21 സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 21 ഓപ്ഷൻ 1 ഈസ് ദ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 22 നോക്കാം. Integral 0 to 1 dx divided by x square plus 1 the whole raised to 3 by 2. നമുക്കിവിടെ എക്സ് സ്ക്വയർ പ്ലസ് 1 ഉള്ളതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, എക്സിന് ടാൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. അന്നേരം ഡി എക്സ് എന്ന് പറയുന്നത് സീക്ക് സ്ക്വയർ തീറ്റ ഡി തീറ്റ എന്ന് വരും. ലിമിറ്റ് മാറ്റണം. എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ 0 തീറ്റ 0. എക്സ് ഈക്വൽ ടു 1 ആണ് അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ 1 തീറ്റ പൈ ബൈ 4 ടാൻ ഇൻവേഴ്സ് 1 പൈ ബൈ 4 വരും. അപ്പോൾ ഈ ഇൻ്റഗ്രൽ 0 ടു പൈ ബൈ 4 ഡി എക്സ് എന്ന് പറയുന്നത് സീക്ക് സ്ക്വയർ തീറ്റ ഡി തീറ്റ ബൈ ഇത് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ദ ഹോൾ റേസ് ടു 3 by 2 എന്ന് വരും. 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ സീക്ക് സ്ക്വയർ തീറ്റ, സീക്ക് സ്ക്വയർ തീറ്റ ഹോൾ റേസ് ടു 3 by 2. 2 1 by 2 മൾട്ടിപ്ലൈ കഴിഞ്ഞാൽ സീക്ക് ക്യൂബ് തീറ്റ എന്ന് വരും. സീക്ക് സ്ക്വയർ തീറ്റ ബൈ സീക്ക് ക്യൂബ് തീറ്റ. സീക്ക് സ്ക്വയർ തീറ്റ വെട്ടിപ്പോയി കഴിഞ്ഞാൽ 1 by സീക്ക് തീറ്റ. 1 by സീക്ക് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റയാണ്, ഫ്രം 0 to പൈ ബൈ 4. ഇൻ്റഗ്രൽ കോസ് തീറ്റ നമുക്ക് എല്ലാവർക്കും അറിയാം, സൈൻ തീറ്റ ഫ്രം 0 to പൈ ബൈ 4. അപ്പർ ലിമിറ്റ് കൊടുത്താൽ സൈൻ പൈ ബൈ 4 1 by root 2. ലോവർ ലിമിറ്റ് സൈൻ 0 0 1 by root 2 ഈസ് ദ കറക്റ്റ് ആൻസർ. സെക്കൻഡ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഉള്ളതുകൊണ്ട് എക്സിന് ടാൻ തീറ്റ ആയിട്ട് കൊടുത്താൽ മതി, ആൻസർ കിട്ടും. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 23. ഇൻ്റഗ്രൽ 0 to പൈ ബൈ 2 സൈൻ 2x ഇൻറ്റു ലോഗ് ടാൻ എക്സ് ഡി എക്സ് എന്ന് വരും. പ്രോപ്പർട്ടി 4 അപ്ലൈ ചെയ്യുക. ഐ എന്ന് പേര് കൊടുക്കുക ഈ ഇൻ്റഗ്രലിനെ. ഐ ഈക്വൽസ് ഇൻ്റഗ്രൽ 0 to പൈ ബൈ 2 സൈൻ 2x ഇൻറ്റു ലോഗ് ഓഫ് ടാൻ എക്സ് എന്ന് വരും. നമ്മുടെ പ്രോപ്പർട്ടി 4 യൂസ് ചെയ്യുക. ഇൻ്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to a എഫ് ഓഫ് എ മൈനസ് എക്സ് ഡി എക്സ്. എക്സ് കാണുന്ന എല്ലായിടത്തും അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് എന്നുള്ള പ്രോപ്പർട്ടി കൊടുക്കുക. അപ്പോൾ ഇത് സൈൻ 2 ഇൻറ്റു പൈ ബൈ 2 മൈനസ് എക്സ്, അത്
സൈൻ പൈ മൈനസ് 2x സൈൻ പൈ മൈനസ് 2x സൈൻ എക്സ് തന്നെ വരും. അപ്പോൾ ഇത് ഇൻ്റഗ്രൽ 0 to π/2 സൈൻ 2x ഇൻറ്റു ലോഗ് ഓഫ് ടാൻ π/2 മൈനസ് എക്സ് തരും. ഈ ടാൻ π/2 മൈനസ് എക്സ് എന്ന് പറയുന്നത് കോട്ടെക്സാണ്. സോ ഇതും ഐ തന്നെ, രണ്ടും കൂടി ആഡ് ചെയ്താൽ i + i 2i ഈക്വൽസ് ഇൻ്റഗ്രൽ 0 to π/2 ഈ ഇൻ്റഗ്രൽ പ്ലസ് ഈ ഇൻ്റഗ്രൽ, അതിൽ സൈൻ 2x കോമൺ ഫാക്ടർ എടുക്കാം. സൈൻ 2x കോമൺ ഫാക്ടർ എടുത്താൽ ലോഗ് ടാൻ എക്സ് പ്ലസ് ലോഗ് കോട്ടെക്സ്, ലോഗ് എ പ്ലസ് ലോഗ് ബി, ലോഗ് എ ബി ആ. അപ്പം ലോഗ് ഓഫ് ടാൻ എക്സ് ഇൻറ്റു കോട്ടെക്സ് ഡി എക്സ് എന്ന് വരും. ഈ ടാൻ എക്സും കോട്ടെക്സും അങ്ങോട്ടും ഇങ്ങോട്ടും റെസിപ്രോക്കലാണ്. കോട്ടെക്സ് എന്ന് വെച്ചാൽ 1/tan x കട്ടായി പോയിട്ട് ഇത് ലോഗ് 1 എന്ന് വരും. ലോഗ് 1 0 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0, ഡെഫിനറ്റ് ഇൻ്റഗ്രൽ ഓഫ് 0 എന്ന് പറയുന്നത് 0. അപ്പോൾ 2i 0 ആണെങ്കിൽ ഐയും 0 എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 0. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. പ്രോപ്പർട്ടി 4 യൂസ് ചെയ്താൽ അത് ഇൻ്റഗ്രൽ 0 to a f of x dx ഈക്വൽസ് ഇൻ്റഗ്രൽ 0 to a f of a minus x dx. ആ പ്രോപ്പർട്ടി യൂസ് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ 24 നോക്കാം. ഇൻ്റഗ്രൽ -1 to 0 dx ഡിവൈഡ് ബൈ x² + 2x + 1 2x + 2 പെർഫെക്റ്റ് സ്ക്വയർ ആക്കിയാൽ മതി. ഇതൊരു ഇൻ്റഗ്രൽ -1 to 0 dx ബൈ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ ഒരു 1 ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. 1 ആഡ് ചെയ്യുമ്പം അത് x + 1 ദ ഹോൾ സ്ക്വയർ ആകും. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ -1 -1 + 2 എന്ന് പറയുമ്പോൾ +1 വരും. ദെൻ ഇത് 1/1 + x² എന്നുള്ള ഫോം. 1/1 + x² ഇൻ്റഗ്രൽ ടാൻ ഇൻവേഴ്സ് x ഇവിടെ എക്സിന് പകരം x + 1 ആണെന്ന് മാത്രം. ഫ്രം -1 to 0 അപ്പർ ലിമിറ്റ് കൊടുത്താൽ ടാൻ ഇൻവേഴ്സ് 0 + 1 1 എന്ന് വരും. മൈനസ് ടാൻ ഇൻവേഴ്സ് -1 + 1 0 എന്ന് വരും. ടാൻ ഇൻവേഴ്സ് 1ൻ്റെ വാല്യൂ π/4, ടാൻ ഇൻവേഴ്സ് 0യുടെ വാല്യൂ 0, π/4 - 0 π/4 എന്ന് വരും. സെക്കൻഡ് ഓപ്ഷൻ ആൻസർ ആയിട്ടുണ്ട്. സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ശരിയല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. നമ്പർ 25 ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to π x dx ബൈ 1 + cos² x. നമ്മുടെ പ്രോപ്പർട്ടി തന്നെ യൂസ് ചെയ്യാം. ആദ്യം ഐ എന്ന് പേര് കൊടുക്കുക. ഐ ആയിട്ട് ഇൻ്റഗ്രൽ 0 to π x dx ബൈ 1 + cos² x dx. പ്രോപ്പർട്ടി 4 യൂസ് ചെയ്യാം. എക്സ് കാണുന്ന എല്ലായിടത്തും അപ്പർ ലിമിറ്റ് -x π - x കൊടുക്കുക. അപ്പോൾ ഇത് π - x dx ഡിവൈഡ് ബൈ 1 + cos² of π - x. cos π - x മൈനസ് cos x സ്ക്വയർ ചെയ്യുമ്പം അത് cos² x എന്ന് തന്നെ വരും. രണ്ടും കൂടി ആഡ് ചെയ്യുക. എന്തോരും രണ്ടും കൂടി ആഡ് ചെയ്യുമ്പം i + i 2i ഈക്വൽസ് ഇൻ്റഗ്രൽ 0 to π ഡിനോമിനേറ്റർ 1 + cos² x തന്നെ അപ്പോൺ x + π - x dx. എക്സും -x ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ π dx എന്ന് വരും. π കോൺസ്റ്റൻ്റ് അപ്പുറത്തെടുത്താൽ പോരെ, പോയിട്ട് ഇൻ്റഗ്രൽ dx എന്ന് വരും. എങ്ങനെ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക? എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്? ഐ എന്ന് പറയുന്നത് അപ്പം π/2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π dx ഡിവൈഡഡ് ബൈ 1 + cos² x dx. എങ്ങനെ ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്? താഴെ cos² x വന്നിരിക്കുന്നത് കൊണ്ട് മുകളിലും താഴെയും ഒരു cos² x കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡിങ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ cos² x ചെയ്താൽ ഇത് ഇൻ്റഗ്രൽ π/2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π dx ബൈ cos² x, അത് sec² x dx എന്ന് വരും. ബൈ 1/sec² x 1/sec² x എന്ന് പറയുന്നത് 1 cos² x അത് sec² x പ്ലസ് cos² x ബൈ cos² x 1 വരും. ഇനി ഈ 1 + sec² x നമുക്ക് 1 + tan² x എന്ന് എഴുതാം. ശരിയല്ലേ? അപ്പോൾ ഇത് ഇൻ്റഗ്രൽ π/2 ഉണ്ട് അല്ലേ? π/2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π sec² x dx ന്യൂമറേറ്ററിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഡിനോമിനേറ്ററിൽ sec² x 1 + tan² x എന്ന് എഴുതുക. 1 ഒരെണ്ണം കൂടി ഉള്ളത് കൊണ്ട് 1 + 1 2 + tan² x എന്നാവും. tan x ഡെറിവേറ്റീവ് അല്ലേ sec² x. സോ പുട്ട് tan x ഈക്വൽ ടു t കൊടുക്കാം. ദെൻ sec² x dx dt ആവും. x ഈക്വൽ ടു 0.
ടി എന്ന് പറയുന്നത് ടാൻ 0 0 എന്ന് വരും. എക്സ് ഇസ് ഈക്വൽ ടു പൈ. ഇനി ഇത് ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്കിതിനെ പ്രോപ്പർട്ടി 7 പ്രകാരം 2 ടൈംസ് 0 to π/2 എന്ന് എഴുതാം. ഇത് 2 ടൈംസ് 0 to π/2 എന്ന് എഴുതാം, കുഴപ്പമൊന്നുമില്ല. എഗെയിൻ 2 ടൈംസ് ഇതിനെ 0 to π/4 π/2 മൈനസ് എക്സ് ആവില്ല. എക്സ് പൈ കൊടുക്കുമ്പോൾ ടാൻ പൈ 0 എന്ന് വരും അല്ലേ. എക്സ് ടെൻസ് ടു π/2 അല്ലേ. π/2 ആകുമ്പം ടി ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് വരും. ഇത് ടെൻസ് ടു ആയിട്ട് എഴുതിയാൽ മതി. അപ്പോൾ ഇതിന് 2 × 2 കട്ടായി പോയി കഴിഞ്ഞാൽ പൈ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇത് ഡി ടി ഡിവൈഡ് ബൈ 2 + t² എന്ന് വരും. ദാറ്റ് ഈസ് പൈ ഇൻറ്റു ഇത് 1/a² + x². ഇൻ്റഗ്രൽ 1/a ഇൻറ്റു ടാൻ ഇൻവേഴ്സ് x/a എന്ന് വരും. ഫ്രം 0 to ഇൻഫിനിറ്റി. സോ π/√2 ഇൻറ്റു ഇത് ഐ തന്നെയാണ് നേരെ കിട്ടുന്നത്. അപ്പോൾ ആൻസറാണ് π/√2 ഇൻറ്റു ഇൻഫിനിറ്റി. ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് π/2 ആണ്. മൈനസ് ടാൻ ഇൻവേഴ്സ് 0 0 ആണ്. ആൻസർ π²/2√2 എന്ന് വരും. ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിക്കേ. π²/2√2 π²/2√2 എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. 4th ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 4 is the correct answer. Then അടുത്ത question നമ്പർ 26. f of x equal to sin 2x when 0 less than x less than π/6 and ax plus b where π/6 less than x less than 1 fx and f dash x are continuous എന്ന് പറഞ്ഞിരിക്കുന്നു. Then which of the following is correct? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താ പറയാൻ പറ്റുക, എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് π/6ഉം റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് π/6ഉം സെയിം ആയിരിക്കണം അല്ലേ. എന്താ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് π/6 എന്ന് പറയുന്നത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു π/2 മൈനസ് ഓഫ് എന്ന് പറയുമ്പം ഇതാണ് സൈൻ അല്ലേ. LHL ഈക്വൽ ടു RHL ആയിരിക്കണം. LHL എന്ന് പറയുന്നത് π/6ൻ്റെ പോയിൻ്റാണ് നമ്മൾ എടുക്കുക. എന്താ വരും? സൈൻ ഓഫ് 2 ഇൻറ്റു π/6 സൈൻ π/3 എന്ന് വരും. ഈക്വൽ ടു ഇത് A ഇൻറ്റു π/6 പ്ലസ് B. സൈൻ π/3യുടെ വാല്യൂ √3/2 ആണ്. ശരിയല്ലേ? സൈൻ 2 ഇൻറ്റു π/6 π/3 വരും. സൈൻ π/3യുടെ വാല്യൂ √3/2 ആണ്. ഈക്വൽ ടു ഇത് A ഇൻറ്റു π ഡിവൈഡ് ബൈ 6 പ്ലസ് B എന്ന് വരും. ഒരു 6 കൊണ്ട് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കട്ടെ, അങ്ങനെ വരും. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? എഫ് ഡാഷ് എക്സും കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിരിക്കുന്നു അല്ലേ. അപ്പോൾ എഫ് ഡാഷ് എക്സും കണ്ടിന്യൂസ് ആണെന്ന് പറയുമ്പം ഡെറിവേറ്റീവ് എടുക്കുക. എഫ് ഡാഷ് എക്സ് എടുക്കുക. എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? cos 2x × 2 എന്ന് വരും. ഫ്രം 0 to π/6 ഇത് A എന്ന് മാത്രം വരും. വെൻ π/6 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 അത് ഡിഫറൻഷ്യേറ്റ് കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും സെയിമാണ്. അത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടും. രണ്ടും കൂടി സോൾവ് ചെയ്താൽ എയും ബിയും കിട്ടും. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 എന്ന് കിട്ടും നമ്മുടെ ആൻസർ കേട്ടോ. A ഈക്വൽ ടു 1 B ഈക്വൽ ടു √3/2 മൈനസ് π/6 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് പോകാം. നമ്പർ 27. ഇതാ നോക്കിക്കേ. ക്വസ്റ്റ്യൻ നമ്പർ 27. ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു log 1 + x/1 - x then f of x is ഈവൻ ഓഡ് അങ്ങനെയൊക്കെ ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ആദ്യം നമുക്കത് നോക്കാം. എഫ് മൈനസ് എക്സ് നോക്കാം. എന്താ എഫ് മൈനസ് എക്സ്? എക്സ് കാണുന്നതിൽ അടുത്ത് മൈനസ് എക്സ് ഇട്ട് കൊടുത്താൽ ഇത് log of 1 - x/1 - x 1 + x ആകും. ഇതിൻ്റെ റെസിപ്രോക്കൽ അല്ലേ. നമുക്ക് ലോഗിനൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട്. log 1/a എന്നുള്ളതിനെ നമുക്ക് -log a എന്ന് എഴുതാം. അകത്ത് റെസിപ്രോക്കൽ എടുത്താൽ പുറത്ത് മൈനസ് ഇട്ടാൽ മതി. അപ്പോൾ ഇതിനെ നമുക്ക് മൈനസ് ലോഗ് റെസിപ്രോക്കലായിട്ട് എഴുതാം. 1 + x/1 - x എന്ന് എഴുതാം. ഇത് -fx ആണ്. സോ എഫ് ഓഫ് -x -fx എന്ന് കിട്ടി എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷനാണ്. 27 4 ഈസ് ദ കറക്റ്റ് ആൻസർ.
ക്വസ്റ്റ്യൻ നമ്പർ 28 നോക്കാം. എന്താ നോക്കിക്കേ. എസ് ബി ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ദെൻ ദ റിലേഷൻ ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എ ബി സച്ച് ദാറ്റ് 1 + എ ബി ഗ്രേറ്റർ ദാൻ 0 ദെൻ എസ് ഈസ് ഉറപ്പായിട്ടും റിഫ്ലക്സീവ് കാരണം 1 + a × a പോസിറ്റീവാണ്, 1 + a² റിഫ്ലക്സീവ് ആണ്, സിമെട്രിക്കാണ്. 1 + a b പോസിറ്റീവ് ആണെങ്കിൽ 1 + b യും പോസിറ്റീവ് സിമെട്രിക് ആണ്, പക്ഷെ ട്രാൻസിറ്റീവ് ആവില്ല. ഒരു എക്സാമ്പിൾ നോക്കിയാൽ മതി. ഇപ്പോൾ a = 1 എന്നെടുക്കുക, b = 0 എടുക്കുക, c = നിങ്ങൾ ഒരു -3 എന്ന് പോലെ എടുക്കുക, c ഒരു നെഗറ്റീവ് ആയിട്ട് എടുക്കുക. അപ്പോൾ 1 + ab പോസിറ്റീവ് എന്ന് വരും. a റിലേറ്റഡ് ടു b ആണ്. 1 + bc യും പോസിറ്റീവ് വരും. b റിലേറ്റഡ് ടു c ആണ്, പക്ഷെ 1 + ca പോസിറ്റീവ് വരില്ല. a റിലേറ്റഡ് ടു c വരില്ല. അപ്പോൾ ട്രാൻസിറ്റീവ് ആവില്ല. അപ്പോൾ റിഫ്ലക്സീവ് ആൻഡ് സിമെട്രിക് ബട്ട് നോട്ട് ട്രാൻസിറ്റീവ്. സെയിം ക്വസ്റ്റിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏതോ എക്സാമിന് സെയിം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 1 ആണ് ആൻസർ. 28ൻ്റെ ആൻസർ ഓപ്ഷൻ 1 എന്ന് വരും. ഓക്കെ അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 29 നോക്കാം. f of x is equal to x + 1 the whole square -1 for x greater than or equal to -1. Statement to the set of all x such that f of x is equal to f inverse x is 0, -1 എന്ന് പറഞ്ഞിരിക്കുന്നു. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറയുന്നത് f is a bijective function എന്ന് പറഞ്ഞിരിക്കുന്നു. ദെൻ ഇതിനകത്ത് ട്രൂ ആൻഡ് ഫോൾസ് നോക്കുക എന്നുള്ളതാണ്. എന്താ ചെയ്യേണ്ടത്? എഫ് ഓഫ് എക്സ് ആദ്യം ബൈജക്റ്റീവ് ആണോ നോക്കുക, 1 1 ആണോ ഓൺ 2 ആണോ നോക്കുക. നമുക്ക് -1 എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1 എന്നുള്ള ഡൊമൈൻ മതി. അവിടെ ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഒരു പരാബോളയായിരിക്കും, അത് 1 1 ആയിരിക്കും, ഓൺ 2 ആയിരിക്കും. ബൈജക്റ്റീവ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറയുന്നത് ട്രൂ ആണ്. ഇനി എഫ് ഓഫ് എക്സും എഫ് ഓഫ് -എക്സും കൂടി നമ്മൾ സോൾവ് ചെയ്യുവാണെങ്കിൽ എഫ് ഓഫ് എക്സും എഫ് ഇൻവേഴ്സ് എക്സും കേട്ടോ, എഫ് ഓഫ് എക്സും എഫ് ഇൻവേഴ്സ് എക്സും നമ്മൾ കണ്ടുപിടിച്ചിട്ട് സോൾവ് ചെയ്യുകയാണെങ്കിൽ എഫ് ഇൻവേഴ്സ് എക്സ് കണ്ടുപിടിക്കാം. എഫ് ഇൻവേഴ്സ് എക്സ് കണ്ടുപിടിക്കാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. എഫ് ഇൻവേഴ്സ് എക്സിന് y എന്ന് കൊടുത്താൽ എഫ് ഇൻവേഴ്സ് എക്സ് കിട്ടും. രണ്ടും കൂടി സോൾവ് ചെയ്താൽ നമുക്ക് x is equal to 0 and -1 എന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയായിരുന്നു. സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറയുന്നത് ആദ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 1 1 ആണ്, പക്ഷേ ഇതിൻ്റെ കോഡൊമൈനും റേഞ്ചും ഈക്വലായിട്ട് വരത്തില്ല കേട്ടോ. ഇതിൻ്റെ കോഡൊമൈൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അത് 6 എന്നെടുക്കണം. പക്ഷേ റേഞ്ച് എന്ന് പറയുന്നത് 6 കിട്ടത്തില്ല ഇവിടെ. ആ റേഞ്ച് എന്ന് പറയുന്നത് -1 to ∞ കിട്ടത്തുള്ളൂ. അപ്പോൾ കോഡൊമൈനും റേഞ്ചും ഡിഫറൻ്റ് ആയതുകൊണ്ട് ഈ ഫംഗ്ഷൻ ഓൺ ടു അല്ല. ഓൺ ടു അല്ലെങ്കിൽ പിന്നെ ബൈജക്റ്റീവ് ആവത്തില്ല. എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കത്തില്ല കേട്ടോ. ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയതാണ്, ഫോൾസ് ആയിരിക്കും. ഒരെണ്ണം ഫോൾസ് ആണെങ്കിൽ ഫോൾസ് എന്നുള്ള ഓപ്ഷൻ ഇല്ല. എന്താണല്ലോ, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 ട്രൂ ആയിരിക്കും. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 ട്രൂ, സ്റ്റേറ്റ്മെൻറ്റ് 2 ഫോൾസ്. 3 ഓപ്ഷൻ 3 കറക്റ്റ് ആൻസർ ആയിട്ട് പറഞ്ഞാൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ 30. ദ മാക്സിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു sin x × 1 + cos x. ഇതിൻ്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാം. മാക്സിമം ലോക്കൽ മാക്സിമം ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ f'(x) നോക്കാം. എന്താണ് f'(x) എന്ന് പറയുന്നത്? sin x ഇൻറ്റു പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. 1 + cos x ഡെറിവേറ്റീവ്, 1ൻ്റെ ഡെറിവേറ്റീവ് 0, cos x ഡെറിവേറ്റീവ് -sin പ്ലസ് 1 + cos x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് sin x. ഡെറിവേറ്റീവ് ഓഫ് sin x എന്ന് പറയുന്നത് cos x എന്ന് വരും. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ cos²x, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -sin²x +1 എന്ന് വരും. cos²x -sin²x എന്ന് പറയുമ്പം അത് cos2x ആണ്. cos2x +1 എന്ന് വരും. ശരിയല്ലേ? സോ മാക്സിമം ആണെങ്കിലും മിനിമത്തിനാണെങ്കിലും f'(x) എന്ന് പറയുന്നത് 0 ആയിരിക്കണം. f'(x) 0 ആകുക എന്ന് പറഞ്ഞാൽ cos2x +1 0 ആകുക. cos2x എന്ന് പറയുന്നത് -1 ആയിരിക്കണം. cos2x -1 ആയിരിക്കണമെങ്കിൽ 2xൻ്റെ വാല്യൂ π വരണം അല്ലേ. cos π ആണ് -1 വരിക. cos2x π വരിക എന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂ π/2 എന്ന് വരും. എന്താ വരിക? x = π/2 ആകുമ്പം f'(x) എന്താണെന്ന് നോക്കിക്കേ. f'(x) എന്ന് പറയുന്നത് cos2x ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് -sin 2x × 2 -sin 2x എന്ന് വരും. +1ൻ്റെ ഡെറിവേറ്റീവ് 0, x π/2 ഇട്ട് കൊടുക്കുമ്പോൾ എന്താണ് ഇത്? നെഗറ്റീവാണ്. ശരിയല്ലേ? അപ്പോൾ π/2 വരും. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് നമ്മളോട്
എന്തുവാ ഇതിൻ്റെ മാക്സിമം വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്ത് വരും മാക്സിമം വാല്യൂ എടുക്കുമ്പം എക്സിന് f(π/2) ഇട്ട് കൊടുത്താൽ മതി. f(π/2) എന്ന് പറയുമ്പോൾ sin(π/2) ഇൻറ്റു 1 + cos(π/2). sin(π/2) ഇൻറ്റു 1 + cos(π/2). sin(π/2) 1 ഇൻറ്റു 1 + cos(π/2) 0 1 എന്ന് കിട്ടും. നമുക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെയ്തപ്പോൾ ആ π/2ൻ്റെ വാല്യൂ ഇവിടെ നമ്മൾ എക്സിന് π/2 ഇട്ടാണ് കൊടുത്തത്. എക്സിന് π/2 ഇട്ട് കൊടുത്താൽ ഇത് 0 വരിക. അപ്പോൾ ഇത് മാക്സിമം അല്ല കേട്ടോ. π/2 എന്ന് പറയുന്നത് മാക്സിമം അല്ല. അതിനായിട്ട് നമുക്കിതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യേണ്ടി വരും. ഈ f(x) എന്നുള്ളതൊന്ന് സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ ഇത് sin x പ്ലസ് sin x cos x എന്ന് വരും. ദാറ്റ് ഈസ് sin x പ്ലസ് sin x cos x നമുക്ക് ഹാഫ് ഓഫ് sin 2x എന്ന് എഴുതാം. ഹാഫ് ഓഫ് sin 2x എന്ന് എഴുതാം. എന്നിട്ട് ഡെറിവേറ്റീവ് എടുത്തിട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. f'(x) എടുത്ത് ചെയ്യുക. f'(x) 0 എടുക്കുന്ന വാല്യൂ എടുത്താൽ f'(x) 0 ആകുന്ന വാല്യൂ നമ്മൾ ചെയ്യുമ്പം നമുക്ക് എക്സിൻ്റെ വാല്യൂ ആയിട്ട് പൈയും കിട്ടും. പൈ നമുക്ക് നേരത്തെ കിട്ടിയായിരുന്നു. പൈയും കിട്ടും, പിന്നൊരു π/3 കിട്ടും. പൈയും കിട്ടും, π/3 കിട്ടും കേട്ടോ. π/3 എന്നുള്ളൊരു വാല്യൂ കൂടി കിട്ടും. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ f(π) നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ π/3 ഇട്ട് പൈ ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടത്തില്ല, നെഗറ്റീവ് കിട്ടത്തില്ല. f'' നമുക്ക് π/3 ഇട്ട് കൊടുക്കുമ്പോഴാണ് കിട്ടുക. അപ്പോൾ ഇത് മാക്സിമം ആകുന്നത് π/3യിലാണ്. അപ്പോൾ ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് f(π/3) എന്ന് വരും. f(π/3) എന്ന് പറയുമ്പോൾ എത്രയാ? sin π/3 ഇൻറ്റു 1 + cos π/3 എന്ന് വരും. sin π/3 എന്ന് പറയുന്നത് √3/2 ഇൻറ്റു 1 + cos π/3 എന്ന് പറയുന്നത് 0. സോറി, cos π/3 എന്ന് പറയുന്നത് 1/2. മൊത്തം അപ്പോൾ എത്ര വരും? 1 + 1/2 3/2. അപ്പോൾ ഇത് 3√3 / 2 × 2 4 എന്ന് വരും. ഇതിനെ നമുക്ക് വേണമെങ്കിൽ √3⁻1 പിന്നെ ഇത് 2√3³ എന്ന് എഴുതി കൂടെ. 3√3 എന്ന് വെച്ചാൽ √3³ ആണ്, /4 എന്ന് എഴുതാം. ഈ √3 എന്ന് വെച്ചാൽ 3⁻1/2 ആ. മൊത്തം അപ്പം 3⁻3/2/4. ഇതാണ് ആൻസർ. 3⁻3/2/4. ഫസ്റ്റ് ഓപ്ഷൻ ആൻസർ ആയിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 31 പോകാം. ഇൻ്റഗ്രൽ -π/2 to +π/2 cos x dx. cos x ഈവൻ ഫംഗ്ഷനാണ്. അപ്പോൾ ഇതിന് നമുക്ക് വേണമെങ്കിൽ 2 times ഇൻ്റഗ്രൽ 0 to π/2 cos x dx എന്ന് എഴുതാം. 2 times cos x-ൻ്റെ ഇൻ്റഗ്രൽ sin x ഫ്രം 0 to π/2 എന്ന് വരും. 2 × sin π/2 1 - sin 0 0. ആൻസർ 2 എന്ന് കിട്ടും. 2 എന്നുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. ഫോർത്ത് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ദെൻ നമ്പർ 32 ഇൻ്റഗ്രൽ -2 to 2 mod x/x dx. എന്തുവാ? ഇൻ്റഗ്രൽ -2 to 2 mod x/x. മോഡ് മാറ്റണം. മോഡ് മാറ്റാനായിട്ട് ഇതിനെ 0 വെച്ച് സ്പ്ലിറ്റ് ചെയ്യണം. -2 to 0 mod x/x പ്ലസ് 0 to 2 mod x/x ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. -2 to 0യിൽ എക്സ് നെഗറ്റീവാണ്. എക്സ് നെഗറ്റീവ് ആണെങ്കിൽ mod x -x. അപ്പോൾ ഇത് -x/x dx എന്ന് വരും. പ്ലസ് 0 to 2 എന്ന് പറയുമ്പോൾ എക്സ് പോസിറ്റീവാണ്. എക്സ് പോസിറ്റീവ് ആണെങ്കിൽ mod x x/x dx എന്ന് വരും. എക്സും എക്സും ക്യാൻസൽ ആയിപ്പോയി കഴിഞ്ഞാൽ ഇത് -dx. ഇൻ്റഗ്രൽ -dx എന്ന് പറയുന്നത് -x ആണ്. ഫ്രം -2 to 0. ഇത് എക്സും എക്സും ക്യാൻസൽ ആയിപ്പോയി കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ 1dx x ആണ്. ഫ്രം 0 to 2. മൈനസ് പുറത്തെടുത്താൽ ഇത് 0 - -2 എന്ന് വരും. ശരിയല്ലേ? മൈനസ് പുറത്തെടുത്താൽ x 0 -2 എന്ന് വരും. പ്ലസ് ഇത് 2 - 0 എന്ന് വരും. സോ മൊത്തം ആൻസർ അപ്പം -(-) എടുക്കുമ്പം
0 ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി അല്ലെങ്കിൽ വേറൊരു മെത്തേഡിലും ചെയ്യാം. ഇത് ഈ ഓഡ് ഫംഗ്ഷനാണ്, mod x/x ഓഡ് ഫംഗ്ഷനാണ്, ശരിയല്ലേ? -a ഓഡ് ഫംഗ്ഷൻ എന്നാൽ ആൻസർ 0 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 32 ഓപ്ഷൻ 0 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 1 ഈസ് ദ കറക്റ്റ് ആൻസർ, ശരിയല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 33 ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ കർവ്സ് ഏതൊക്കെയാണ്? സെറ്റ് ഓഫ് ഓൾ ordered by xy such that x² plus y² less than or equal to 1 and less than or equal to x plus y. അതായത് രണ്ടായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് x² plus y² less than or equal to 1, then 1 less than or equal to x plus y എന്ന് വെച്ചാൽ x plus y greater than or equal to 1. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന xy എന്ന് പറയുന്ന പോയിന്റുകളുടെ ഏരിയയാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. എപ്പോഴും ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ അത് സ്കെച്ച് ചെയ്യണം, ഗ്രാഫ് വരച്ചിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം x² plus y² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഈ x² plus y² ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ സർക്കിളാണ്. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ ഇൻറ്റീരിയർ ഓഫ് ദ സർക്കിൾ വിത്ത് സെൻറ്റർ അറ്റ് ഒറിജിൻ റേഡിയസ് 1 അല്ലേ? ഇതാണ് സംഭവം. അപ്പോൾ ഈ പോയിന്റ് 1 0, ഈ പോയിന്റ് 0 1 എന്നെടുത്താൽ ഈ സർക്കിളിൻ്റെ ഇൻറ്റീരിയർ അതാണ് x² plus y² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇനി x plus y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. എന്തോ ഈ x plus y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ x plus y ഈക്വൽ എന്ന് വെച്ചാൽ 1 0യിലൂടെയും 0 1യിലൂടെയും പാസ് ചെയ്യുന്ന ലൈന് ഇതാണ് x plus y ഈക്വൽ ടു 1. ഈ x plus y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്താ? 0 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 0 plus 0 greater than 1, 0 greater than 1 തെറ്റാ. അപ്പോൾ ഒറിജിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, അപ്പോൾ ഒറിജിൻ താഴെയാണ്, അപ്പോൾ ഇതിൻ്റെ മേളിൽ, അപ്പോൾ ഈ ലൈനിൻ്റെ മേളിൽ ഈ സർക്കിളിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഈ ഏരിയയാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം ഈ സർക്കിളിൻ്റെ ഫസ്റ്റ് ക്വാഡ്രൻറ്റുള്ള മൊത്തം ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈ മൊത്തം ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? സർക്കിളിൻ്റെ മൊത്തം ഏരിയ πr². അത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എന്ന് പറയുമ്പം അത് πr² ഡിവൈഡഡ് ബൈ 4. പക്ഷേ ഇത് മൊത്തം ഇല്ല, നമുക്ക് ഈ ഏരിയ ഇല്ല, ഈ ഏരിയ നമുക്കില്ല, ഇത് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് മൊത്തം ഏരിയ ആണ് ഇപ്പം നമ്മൾ ഈ πr² ബൈ 4 എഴുതിയിരിക്കുന്നത്. ഇത് മാത്രം മതി എന്ന് പറയുമ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ മൈനസ് ചെയ്താൽ പോരെ. ഈ ട്രയാങ്കിളിൻ്റെ റൈറ്റ് ട്രയാങ്കിളാണ്, അതിൻ്റെ ബേസ് 1 ആണ്, ഹൈറ്റ് 1 ആണ്. അപ്പം -12 × 1 × 1. 6 റേഡിയസ് ഓഫ് ദ സർക്കിൾ, അതും 1 ആണ്. അപ്പോൾ π × 1² 1. അപ്പോൾ ഇത് π/4 -12 എന്ന് വരും. ഓപ്ഷൻ ഉണ്ടോ? ഒരു 1/4 കോമൺ എടുത്താൽ, ഇതിനകത്തൊന്നും ഒരു 1/4 കോമൺ എടുത്താൽ π - 2 എന്ന് വരും. 1/4 × π - 2 എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഫോർത്ത് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 34 ദ വാല്യൂ ഓഫ് cos 1 ഡിഗ്രി ഇൻറ്റു cos 2 ഡിഗ്രി ഇൻറ്റു cos 3 ഡിഗ്രി ഇൻറ്റു എക്സെട്ര അപ് ടു cos 179 ഡിഗ്രി. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതിനകത്തൊരു 90 ഡിഗ്രി വരും അല്ലേ? 1 2 3 അങ്ങനെ 170 ഡിഗ്രി വരെ എന്ന് പറയുമ്പം ഒരു 90 ഡിഗ്രി ഉണ്ട്. അപ്പം cos 90 ഡിഗ്രി ഇതിന് ഇടയ്ക്ക് വരും. cos 90 ഡിഗ്രിയുടെ വാല്യൂ നമുക്ക് എല്ലാവർക്കും അറിയാം, 0 അപ്പോൾ ഇത് ഇടയ്ക്ക് cos 90 വരും, അതിൻ്റെ 0 ഇൻറ്റു 0 എന്ന് വന്നാൽ മൊത്തം 0 ആയി പോകത്തില്ലേ? അപ്പോൾ ഇതിൻ്റെ മൊത്തം ആൻസർ എന്ന് പറയുന്നത് 0 ആണ്. സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നമ്പർ 35 ഇഫ് y ഈക്വൽ ടു 1 - x the whole square by x² then dy by dx. സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും നല്ലതല്ലേ? y ഈക്വൽ ടു ഇത് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ 1 എന്ത് വരും? അല്ലെങ്കിൽ വേറൊരു പരിപാടി ചെയ്യാം. ഇതിനെ നമുക്ക് a² by b² a/b the whole square എന്ന് എഴുതാം. അപ്പോൾ ഇത് 1 - x by x the whole square ആയിട്ട് എഴുതാം. കുഴപ്പമില്ലല്ലോ. ഇനി സ്പ്ലിറ്റ് ചെയ്താൽ ഇത് 1/x മൈനസ് ഇത് x/x എന്ന് പറയുമ്പം 1 എന്ന് വരും. ദ ഹോൾ സ്ക്വയർ എന്ന് വരും.
ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. dy/dx എഴുതാം. എന്തോരം dy/dx ചെയിനുള്ളിൽ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. ഇത് യു സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2u × du/dx ആണ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് 2 × 1/x - 1 × ഡെറിവേറ്റീവ് ഓഫ് 1/x - 1. 1/xൻ്റെ ഡെറിവേറ്റീവ് -1/x². 1ൻ്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ ഇങ്ങനെ വരും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ ആൻസറായി. എന്തോരം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം ഇത് 2 × 1/x × -1/x². മൊത്തം അപ്പം -2/x³ എന്ന് വരും. ദെൻ 2 × -1 × -1/x² +2/x² എന്ന് വരും. ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിക്കേ. 2/x² -2/x³ എന്ന് വരും. ഓപ്ഷൻ ഉണ്ടോ? യെസ്, -2/x³ +2/x² ആയിട്ട് തന്നെയാണ് ആൻസർ ഉള്ളത്. ഫോർത്ത് ഓപ്ഷൻ അല്ലേ? -2/x³ +2/x². ഓപ്ഷൻ 4 is the correct answer. For question number 35, fourth option is the correct answer. Number 36 നോക്കാം. If PV = 81, dP/dV at V = 9. V = 9 ആകുമ്പോഴുള്ള dP/dV കണ്ടുപിടിക്കുക. അതിനായിട്ട് Pനെ നമുക്ക് PV 81 ആണെങ്കിൽ Pനെ നമുക്ക് 81/V എന്ന് എഴുതിക്കൂടെ? സോ dP/dV V വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 81 കോൺസ്റ്റൻറ്റ് 1/Vയുടെ ഡെറിവേറ്റീവ് -1/V² എന്ന് വരും. അറ്റ് V = 9 ആണ് ചോദിച്ചിരിക്കുന്നത്. V = 9 ആകുമ്പം dP/dV ആണ് ചോദിച്ചിരിക്കുന്നത്. Vക്ക് 9 ഇട്ട് കൊടുത്താൽ മതി. -81/V². V 9 ആകുമ്പം 9² 81/81 കട്ടായി പോകും. പോയിട്ടൊരു മൈനസ്, അതായത് -1 മിച്ചം വരും. ഓപ്ഷൻ 2 ഇസ് ദ കറക്റ്റ് ആൻസർ എന്ന് പറയാൻ പറ്റും. ശരിയല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 37 നോക്കാം. എന്താ നോക്കിക്കേ. ക്വസ്റ്റ്യൻ നമ്പർ 37. Sec of x + y/x - y = a, then dy/dx is. അപ്പോൾ sec of x + y/x - y ആണെങ്കിൽ x + y/x - y എന്ന് പറയുന്നത് sec inverse of a. ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. sec inverse of a ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതിന് നമുക്ക് വേണമെങ്കിൽ k എന്നെടുക്കാം. kനെ k/1 എന്ന് എഴുതി നമ്മൾ കുഴപ്പമില്ലല്ലോ. dy/dx എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാനായിട്ട് കോമ്പോണൻറ്റോ ഡിവിഡൻറ്റോ എന്നുള്ള പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. അത് ഈ കോമ്പോണൻറ്റോ ഡിവിഡൻറ്റോ പ്രോപ്പർട്ടി a/b = c/d ആണെങ്കിൽ a + b/a - b = c + d/c - d എന്ന് പറയാം. അപ്പോൾ ഇവിടെ x + y/x - y, അപ്പം x + y + x - y 2x/x + y - x - y എന്ന് വരും. 2y, അതായത് x/y = ഇത് k + 1/k - 1 എന്ന് വരും. കോമ്പോണൻറ്റോ ഡിവിഡൻറ്റോ യൂസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എന്താ പറയാൻ പറ്റുക? നമുക്ക് dy/dx ആണ് വേണ്ടത് അല്ലേ? അപ്പോൾ ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ y² / y × ഡെറിവേറ്റീവ് ഓഫ് x എന്ന് പറയുന്നത് 1 - x × dy/dx ഈക്വൽസ്, ഇതൊരു കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് 0. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ y - x × dy/dx എന്ന് പറയുന്നത് 0. സോ x × dy/dx എന്ന് പറയുന്നത് y, dy/dx എന്ന് പറയുന്നത് y/x എന്ന് വരും. y/x എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിക്കേ. സെക്കൻഡ് ഓപ്ഷൻ കറക്റ്റായിട്ട് ആൻസർ ഉണ്ട്. അപ്പോൾ ഇത് കോൺസ്റ്റൻ്റ് ആണ്. k/1 എന്ന് കൊടുക്കുക. സിംപ്ലിഫൈ ചെയ്യാനായിട്ട് കോമ്പോണൻറ്റോ ഡിവിഡൻറ്റോ എന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. a/b = c/d ആണെങ്കിൽ a + b/a - b = c + d/c - d. അങ്ങനെ ചെയ്യുമ്പോൾ x/y = ഇതൊരു കോൺസ്റ്റൻ്റാണ്. ഡെറിവേറ്റീവ് 0. ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ആൻസർ കിട്ടും. y/x ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. ശരിയല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ 38. The minimum value of the function y = 2x³ - 21x² + 36x - 20. ഇതിൻ്റെ മിനിമം വാല്യൂ എടുക്കുക. ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. dy/dx എടുക്കാം. എന്തോരം dy/dx? 6x² - 42x + 36. സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കാം. d²y/dx² എന്ന് പറയുന്നത് 12x - ഇത് 42 അല്ലേ,
21 ഇൻറ്റു 2 42 എക്സ് എന്നല്ലേ വരിക. 6x² മൈനസ് 42x എന്നാണ് വരിക. സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പം 12x മൈനസ് 14 എന്ന് വരും. മാക്സിമത്തിനാണെങ്കിലും മിനിമത്തിനാണെങ്കിലും ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 dy/dx 0 ഇംപ്ലൈസ് ഇത് 0. എല്ലാത്തിനെയും 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ x² മൈനസ് 7x പ്ലസ് 6 ഈക്വൽ ടു 0. ഇത് x മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 6 0 എടുക്കുമ്പോൾ എക്സിന് 1ഉം 6 കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആകുന്ന എക്സിൻ്റെ വാല്യൂസ് 1ഉം 6ഉം അത് മാക്സിമമോ മിനിമമോ ആകാം. കൃത്യമായിട്ട് അറിയാനായിട്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് നടത്തണം. ഇതിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് വരുന്ന വാല്യൂ മിനിമം ആയിരിക്കും, സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് വരുന്ന വാല്യൂ മാക്സിമം ആയിരിക്കും. സോ x1 ഇട്ട് കൊടുത്താൽ സെക്കൻഡ് ഡെറിവേറ്റീവ് എത്രയാ? അറ്റ് x is equal to 1 d²y/dx². സെക്കൻഡ് ഡെറിവേറ്റീവ് 12 മൈനസ് 42 അത് -30 നെഗറ്റീവാണ്. അപ്പോൾ x ഈക്വൽ ടു 1 ലോക്കൽ മാക്സിമമാണ്. ചോദിക്കുന്നത് മിനിമമാണ്. അപ്പോൾ ഇതിൽ മാക്സിമം ആണെങ്കിൽ 6 മിനിമം ആയിരിക്കും. കാരണം എക്സിന് 6 ഇട്ട് കൊടുത്താൽ 72 മൈനസ് 42 30 പോസിറ്റീവ് കിട്ടും. അപ്പോൾ ഇത് മാക്സിമം ആകുന്നത് 1ലും മിനിമം ആകുന്നത് ഫംഗ്ഷൻ ഈസ് മിനിമം അറ്റ് x ഈക്വൽ ടു 6 ഇടുക. അങ്ങനെയാണെങ്കിൽ മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എക്സിന് 6 ഇട്ട് കൊടുത്താൽ മതി. എത്രയാണ് എക്സിന് 6 ഇട്ട് കൊടുക്കുമ്പോൾ ഇത് മിനിമം വാല്യൂ എന്ന് പറയുമ്പം 2 ഇൻറ്റു 6 ക്യൂബ് മൈനസ് 21 ഇൻറ്റു 6 സ്ക്വയർ പ്ലസ് 36 ഇൻറ്റു 6 മൈനസ് 20 എന്ന് വരും. സിംപ്ലിഫൈ ചെയ്യുമ്പം ഇത് 6 36 ഇൻറ്റു 6 216 ഇൻറ്റു 2 എത്ര വരും? എക്സ് 6 ഇട്ട് കൊടുത്തിട്ട് ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് -128 എന്ന് കിട്ടും. -128 എന്നുള്ള ആൻസർ ഉണ്ട്. ഓപ്ഷൻ 1 ഈസ് ദ കറക്റ്റ് ആൻസർ എന്ന് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 39 പോകാം. എന്താ നോക്കിക്കേ. ക്വസ്റ്റ്യൻ നമ്പർ 39, ഇഫ് x plus y equal to 60, x and y are positive, and the maximum value of x into y cube. ഇതിൻ്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണം. അതിനായിട്ട് നമുക്കൊരു കാര്യം ചെയ്യേണ്ടി വരും. ഇതിനെ നമ്മൾ ഒരു വേരിയബിളിൽ, ഇപ്പം നമുക്ക് എഫ് എന്നെടുക്കാം, എക്സ് ഇൻറ്റു വൈ ക്യൂബ്. ഇതിൻ്റെ മാക്സിമം ആണ് വേണ്ടത് എക്സ് പ്ലസ് വൈ 60 ആണെങ്കിൽ. അപ്പോൾ നമ്മളിതിനെ ഒരു വേരിയബിളിൽ മാത്രം ആക്കേണ്ടി വരും. നമുക്കതിനെ എക്സിലേക്ക് മാറ്റണോ വൈയിലേക്ക് മാറ്റണോ? വൈയിലേക്ക് മാറ്റുന്നതായിരിക്കും നല്ലത്. എക്സ് പ്ലസ് വൈ 60 ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് 60 മൈനസ് വൈ അല്ലേ? എക്സ് പ്ലസ് വൈ 60 ആകുന്നത് ആയതുകൊണ്ട് എക്സ് ഇസ് ഈക്വൽ ടു 60 മൈനസ് വൈ ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എക്സിന് പകരം 60 മൈനസ് വൈ ഇൻറ്റു വൈ ക്യൂബ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഇത് 60 വൈ ക്യൂബ് മൈനസ് വൈ റേസ് ടു 4 എന്നാകും. ഡിഫറൻഷിയേറ്റ് ചെയ്യുക, df/dy ചെയ്യുക. അത് 180y² മൈനസ് 4y³ എന്ന് വരും. സെക്കൻഡ് ഡെറിവേറ്റീവ് d²f/dy² എടുത്താൽ അത് 360y മൈനസ് 12y² എന്ന് വരും. സോ മാക്സിമത്തിനാണെങ്കിലും മിനിമത്തിനാണെങ്കിലും ഫസ്റ്റ് ഡെറിവേറ്റീവ് 0. df/dy ഈക്വൽ ടു 0 ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഇത് 0 ആയിരിക്കണം. ഒരു 4y² കോമൺ ഫാക്ടർ എടുത്താൽ ഇത് 45 മൈനസ് y എന്ന് വരും. ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു 45 ആയിരിക്കണം. y 45 ഇവിടെ കൊടുത്താൽ അത് ഉറപ്പായിട്ടും എത്ര വരും? y 45 ഇവിടെ കൊടുത്താൽ 36 ഇൻറ്റു y, ഇത് 12 ഇൻറ്റു 40y², ഉറപ്പായിട്ടും അത് നെഗറ്റീവ് ആയിരിക്കും. സോ y ഈസ് ഈക്വൽ ടു 45ൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0, സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണ്. അപ്പോൾ y ഈക്വൽ ടു 45 ഒരു മിനിമം വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ മാക്സിമം വാല്യൂ ആണ്. സോ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അപ്പം മാക്സിമം വാല്യൂ ഓഫ് എക്സ് ഇൻറ്റു വൈ ക്യൂബ് ആണ് വേണ്ടത്. ഇനി y 45 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്രയാ? എക്സ് കണ്ടുപിടിക്കാനുള്ള ഫോമുല അതാണ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അത് 60 മൈനസ് വൈ ആണ്. അപ്പോൾ ഇത് 60 മൈനസ് 45 ആണ്, 15 ആണ്. സോ ഇതിൻ്റെ
മാക്സിമം വാല്യൂ എന്ന് പറയുമ്പം എക്സ് 15 ഇൻറ്റു വൈ ക്യൂബ്, വൈ എന്ന് പറയുന്നത് 45 ആണ്, 45 ക്യൂബ്, 15 ഇൻറ്റു 45 ക്യൂബ് ഓപ്ഷൻ ഉണ്ട്. തേർഡ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ മാക്സിമം മിനിമം ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 2 വേരിയബിൾ ഉണ്ട്, ഒരു റിലേഷൻ തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് ഒറ്റ വേരിയബിളിലേക്ക് ആക്കി സെക്കൻഡ് ഡെറിവേറ്റീവും ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും കൊണ്ട് വെച്ചിട്ട് ഫസ്റ്റ് ഡെറിവേറ്റീവ് 0, സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആകുന്ന വാല്യൂ ആണ് മാക്സിമം വാല്യൂ, അത് 45, y45 കിട്ടും. y45 ഇതിനകത്തിട്ട് കൊടുത്താൽ x 15 കിട്ടും. മാക്സിമം വാല്യൂ എടുക്കാൻ എക്സിന് 15ഉം വൈക്ക് 45 കൊടുത്താൽ മതി. ഓപ്ഷൻ 3 കറക്റ്റ് ആൻസർ കിട്ടും. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 40. ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ the curves y equal to mod x minus 2, x equal to 1, x equal to 3 and x axis. കർവ് വരയ്ക്കാം. എങ്ങനെയാണ് കർവ് വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് x ആക്സിസ്, y ആക്സിസ്. y equal to mod of x minus 2. എങ്ങനെയാണ് y is equal to mod of x minus 2 എന്ന് പറയുന്നത്? മോഡ് എക്സിനെ ഷിഫ്റ്റ് ചെയ്താൽ മതി. 1 നമുക്ക് ഗ്യാപ്പ് ഇട്ട് ചെയ്യാം. 1 2 3 വരെ മതിയല്ലോ. 1 2. സോ മോഡ് എക്സ് എന്ന് പറയുന്നത് ഇങ്ങനെ വരും. മോഡ് എക്സ് മൈനസ് 2 എന്ന് പറയുമ്പോൾ അത് 2ലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും. നിങ്ങൾ കാണും. ഇതാണ് y is equal to mod x minus 2 എന്ന് പറയുന്നത്. അത് എക്സ് ആക്സിസ്. ദെൻ ഫ്രം x equal to 1 to x equal to 3. x is equal to 1 എന്ന് പറയുന്നത് ഇതാണ്. x is equal to 1, ഇതാണ് x is equal to 3. x is equal to 1 മുതൽ x equal to 3 വരെ ഈ ഫംഗ്ഷൻ എക്സ് ആക്സിസുമായിട്ട്, ഇതാണ് എക്സ് ആക്സിസ് ആയിട്ടുണ്ടാക്കുന്ന ഏരിയ കണ്ടുപിടിക്കുക. ഈ 2 ട്രയാങ്കിളാണ് വരിക. ഈ 2 ട്രയാങ്കിളിൻ്റെയും കൂടിയുള്ള കമ്പൈൻഡ് ഏരിയ ആണ് ഉദ്ദേശിക്കുന്നത്. എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രേഷൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഏരിയ കണ്ടുപിടിക്കാൻ ഇൻ്റഗ്രേഷനിലേക്ക് പോകാവുള്ളൂ. ഇവിടെ റൈറ്റ് ട്രയാങ്കിൾസാണ്. ഈ ട്രയാങ്കിളിൻ്റെ ബേസ് 1 മുതൽ 2 വരെ എന്ന് പറയുമ്പം 1, ഹൈറ്റ് 1 മുതൽ ഇത് 0 മുതൽ 1 വരെ 1, സെയിം ആയതും ബേസ് 1 ഹൈറ്റ് 1, 2 ട്രയാങ്കിൾസ് ഉള്ളതുകൊണ്ട് 2 ഇൻറ്റു ഏരിയ ഓഫ് 1 ട്രയാങ്കിൾ എടുത്താൽ മതി. ഏരിയ ഓഫ് 1 ട്രയാങ്കിൾ ഹാഫ് ഇൻറ്റു ബേസ് 1 ഹൈറ്റ് 1. 2 ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യുന്ന ആൻസർ ഈസ് 1. ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ. കർവ് വരച്ചാൽ മതി, ഇൻ്റഗ്രേഷൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഹാഫ് ബി എച്ച് 2 ഉള്ളതുകൊണ്ട് ഇൻറ്റു 2 ചെയ്യണം. 1 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 40. ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 41. ഇഫ് tan inverse x plus tan inverse y is equal to c is the general solution of the differential equation, then ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. ഇക്വേഷൻ ഫോം ചെയ്യാനാണ്. tan inverse x നെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1/1 plus x square plus tan inverse y യുടെ ഡെറിവേറ്റീവ് 1/1 plus y square into derivative of y with respect to x. dy by dx എന്ന് വരും ഈക്വൽ ടു c കോൺസ്റ്റൻ്റ് ആ ഡെറിവേറ്റീവ് 0. അങ്ങനെയാണെങ്കിൽ എന്തുവരും? എല്ലാത്തിനെയും നമുക്ക് എന്ത് ചെയ്യുക? dy by dx എഴുതുക. ഇവിടെ നിന്ന് എന്തുവരും? dy by dx എഴുതാൻ ഇതും അപ്പുറത്തേക്ക് പോവുക. അപ്പം മൈനസ് ആകും. അപ്പം മൈനസ് ഓഫ് 1 പ്ലസ് വൈ സ്ക്വയർ മേളിൽ പോകും. ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ താഴെ വരും. ആൻസർ ഉണ്ടോ? ഡിവൈ ബൈ ഡി എക്സ് ഇക്വൽ ടു മൈനസ് ഓഫ് 1 പ്ലസ് വൈ സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ആൻസർ ഇല്ല. പക്ഷേ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ ആവില്ലേ? നോക്കിക്കേ. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി വൈ ഈക്വൽസ് ടു മൈനസ് ഓഫ് 1 പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡി എക്സ്. ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ അത് പ്ലസ് 1 പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് എന്ന് വരും ഈക്വൽ ടു 0. ഓപ്ഷൻ 3 ആൻസർ ആയിട്ടുണ്ട്. ഈ ഇക്വേഷൻ്റെ കറസ്പോണ്ടിങ് ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് ചോദിക്കുന്നത്. ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ തന്നെ ആൻസർ കിട്ടും. തേർഡ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ?
Question number 42. The solution of the differential equation dy by dx plus y equal to e raised to minus x given that y of 0 equal to 0. എങ്ങനെയാ? ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലേ ഇത്. dy by dx plus py equal to q. p ആയിട്ട് yയുടെ ഫംഗ്ഷൻ 1, q ആയിട്ട് e raised to minus x. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കണം. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് നമുക്കറിയാം e raised to integral p dx, e raised to integral 1 dx. ഇൻ്റഗ്രൽ 1 എന്ന് പറയുന്നത് x ആണ്, അപ്പോൾ e raised to x ആണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ സൊല്യൂഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലീനിയറിൽ. എന്തുവാ? y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽസ് ഇൻ്റഗ്രൽ ഓഫ് q ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ഡി എക്സ്. സോ സൊല്യൂഷൻ എന്ന് പറയുമ്പം y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇ റേസ് ടു എക്സ് ആ ഈക്വൽസ് ഇൻ്റഗ്രൽ q എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് എക്സ് ആ ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ അഗെയിൻ ഇ റേസ് ടു എക്സ് തന്നെ ഡി എക്സ്. ദാറ്റ് ഈസ് y e raised to x equals e raised to x into e raised to minus x എന്ന് പറയുമ്പോൾ രണ്ടും കട്ടായി പോകും. ഇൻ്റഗ്രൽ 1 dx അത് x എന്ന് വരും പ്ലസ് സി. ഇതാണ് ജനറൽ സൊല്യൂഷൻ. നമുക്കൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട് y ഓഫ് 0 എന്ന് പറയുന്നുണ്ട്. എന്താ ഈ y ഓഫ് 0 ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് x 0 ആണെങ്കിൽ yയും 0. ഈ സിയുടെ വാല്യൂ കണ്ടിരിക്കാൻ വേണ്ടി തന്നിരിക്കാം. അപ്പോൾ എക്സിനും വൈക്കും 0 ഇട്ട് കൊടുത്താൽ ഇത് 0 ഇൻറ്റു ഇ റേസ് ടു 0 ഈക്വൽസ് 0 പ്ലസ് സി എന്ന് പറഞ്ഞാൽ C0 ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ നമ്മുടെ ഇക്വേഷൻ 1 എന്ന് പറയുന്നത് y ഇ റേസ് ടു എക്സ് ഈക്വൽസ് ടു എക്സ് എന്നാകും. ആൻസർ ഉണ്ടോ എന്ന് നോക്കിക്കേ. y ഇ റേസ് ടു എക്സ് ഈക്വൽസ് ടു എക്സ് ഓർ y ഈക്വൽ ടു എങ്ങനെ പറയാം നമുക്ക് എക്സ് ബൈ ഇ റേസ് ടു എക്സ്. ബൈ ഇ റേസ് ടു എക്സ് എന്ന് വെച്ചാൽ അത് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് പറയാം. സോ y ഈക്വൽസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ്. ഓപ്ഷൻ 2 ആൻസർ ആയിട്ടുണ്ട്. സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. 42ൻ്റെ ആൻസർ ഓപ്ഷൻ 2. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ അറിയണം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 43. The determinant of a skew symmetric matrix of even order is ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ഓഡ് ഓർഡർ ആണെങ്കിൽ 0 ഓഡ് ഓർഡർ എന്ന് പറയുമ്പം 3/3 5/5 ഒക്കെ ആണെങ്കിൽ അത് 0 ഈവൻ ഓർഡർ ആണെങ്കിൽ നമുക്കൊന്ന് നോക്കാം. ഈവൻ ഓർഡർ ആണെങ്കിലുള്ള കേസ് നോക്കാം. ഒരു 2/2 നോക്കാം. ഒരു 2/2 സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് നോക്കാം. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഇത് 0 A -A 0 ഈ ഫോം ആയിരിക്കും. സ്ക്യൂ സിമെട്രിക് അല്ലേ ഇതാ. A ട്രാൻസ്പോസ് ഈക്വൽ ടു -A. ഇതിൻ്റെ എന്ത് വരും നമുക്ക് 0 × 0 0 മൈനസ് A × A -A സ്ക്വയർ എന്ന് വരും. A സ്ക്വയർ എന്ന് വരും. പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ? നോൺ 0 പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ വന്നിരിക്കുന്നത്? ഓപ്ഷൻ 4 കറക്റ്റ് ആൻസർ ആയിട്ട് വരും. 43 ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓർഡർ ആണെങ്കിൽ 0 ആയിരിക്കും കേട്ടോ. ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ ഓർഡർ ആണെങ്കിൽ അതായത് 3/3 5/5 ഒക്കെ ആണെങ്കിൽ ഡിറ്റർമിനൻ്റ് വാല്യൂ 0 ആയിരിക്കും. ഈവൻ ഓർഡർ ആണെങ്കിൽ 2/2 4/4 അങ്ങനെയൊക്കെ വന്നാൽ അതൊരു നോൺ 0 പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. ശരിയല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 44. ഇഫ് എ ആൻഡ് ബി ആർ സ്ക്വയർ മെട്രിസസ് ഓഫ് ഓർഡർ 3 സച്ച് ദാറ്റ് ഡിറ്റർമിനൻ്റ് എ -1 ഡിറ്റർമിനൻ്റ് ബി 5 ആൻഡ് ഡിറ്റർമിനൻ്റ് ഓഫ് 3 × AB. ഡിറ്റർമിനൻ്റ് ഓഫ് 3 × AB നമ്മൾ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. ഡിറ്റർമിനൻ്റ് ഓഫ് എ കോൺസ്റ്റൻ്റ് ഇൻറ്റു എ മെട്രിക്സ് എന്ന് പറയുന്നത് k⁻n ഇൻറ്റു ഡിറ്റർമിനൻ്റ് എ. ശരിയല്ലേ? n എന്ന് പറയുന്നത് എ എന്നുള്ള മെട്രിക്സിൻ്റെ ഓർഡർ. ഇവിടെ എയുടെ ഓർഡർ 3 എന്ന് പറയുന്നുണ്ട്. സ്ക്വയർ മെട്രിക്സിൻ്റെ ഓർഡർ 3. അപ്പോൾ n 3 ആണ്. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് k ഈ കേസിൽ k³ ഇൻറ്റു ഡിറ്റർമിനൻ്റ് എന്ന് വരും. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് 3 × AB എന്ന് പറയുന്നത് 3³ ഇൻറ്റു ഡിറ്റർമിനൻ്റ് AB എന്ന് വരും. 3³ 27 ആണ്. ഡിറ്റർമിനൻ്റ് ഓഫ് AB നെ നമുക്ക് ഡിറ്റർമിനൻ്റ് A ഇൻറ്റു ഡിറ്റർമിനൻ്റ് B എന്ന് എഴുതാം. ദാറ്റ് ഈസ് 27 ഇൻറ്റു ഡിറ്റർമിനൻ്റ് A നമുക്ക് -1 തന്നിട്ടുണ്ട്. ഡിറ്റർമിനൻ്റ് B 5 തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ആൻസർ? -5 × 7 35
5 into 2, 10 plus 3, 13. Minus 135 is the correct answer. Option 4 ആണ് correct answer. പ്രോപ്പർട്ടി മനസ്സിലാക്കണം. ഡിറ്റർമിൻ്റെ പ്രോപ്പർട്ടി. ഡിറ്റർമിനൻ്റ് ഓഫ് കെ ഇൻറ്റു എ, കെ റേഷ്യോ ഇൻറ്റു ഡിറ്റർമിനൻ്റ് എ. അപ്പോൾ ഇവിടെ n ഓർഡർ ഓഫ് ദി മെട്രിക്സ് ആണ്. എയുടെ ഓർഡർ 3, ബിയുടെ ഓർഡറും 3 ആണെങ്കിൽ എ ബിയുടെ ഓർഡറും 3 ആയിരിക്കും. അപ്പോൾ 3 ക്യൂബ് ഇൻറ്റു ഡിറ്റർമിനൻ്റ് എ ബി, ഇതിനെ ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ബി എന്നതാണ്. ആൻസർ കിട്ടും minus 135, ഓപ്ഷൻ 4. Question number 45. The perpendicular distance from the point P 1, 2, 3 from the line x minus 6 by 3 equal to y minus 7 by 2 equal to z minus 7 by minus 2. ഒരു പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട് 1, 2, 3. ഒരു ലൈനും നമുക്ക് തന്നിട്ടുണ്ട്. ലൈൻ്റെ ഇക്വേഷൻ x minus 6 by 3 equal to y minus 7 by 2 equal to z minus 7 by 2 എന്നാണ്. ഈ പോയിന്റിൽ നിന്നും ഈ ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. പി എം എന്നുള്ള ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ചെയ്യേണ്ടത് ഈ പോയിന്റ് ഈ ലൈനിലായതുകൊണ്ട് അതിൻ്റെ ജനറൽ പോയിന്റ് ആയിട്ട് അസ്യൂം ചെയ്യുക. ജനറൽ പോയിന്റ് എന്ന് പറയുമ്പോൾ ഇതിനെ ലാംഡ എന്ന് കൊടുത്താൽ എക്സ് കോർഡിനേറ്റ് ഇത് 3 ലാംഡ പ്ലസ് 6, 2 ലാംഡ പ്ലസ് 7 മൈനസ് 2 ലാംഡ പ്ലസ് 7. ലാംഡ എന്ന് വിളിച്ചാൽ മതി. അതിനായിട്ട് ഇത് രണ്ടും പെർപെൻഡിക്കുലറാണ്. ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിരിക്കും. പി എം എന്ന് പറയുന്ന വെക്ടറിൻ്റെയും ഇതിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റ് 0. പി എം വെക്ടർ പി എം എന്ന് വെച്ചാൽ എത്രയാ? 3 ലാംഡ പ്ലസ് 6 മൈനസ് 1, 3 ലാംഡ പ്ലസ് 5, 3 ലാംഡ പ്ലസ് 5 ഇൻറ്റു ഇതിൻ്റെ വെക്ടർ 3i പ്ലസ് 2j മൈനസ് 2k. അപ്പോൾ ഇൻറ്റു 3 പ്ലസ് 2 ലാംഡ പ്ലസ് 7 മൈനസ് 2, അത് 2 ലാംഡ പ്ലസ് 5 എന്ന് വരും, ഇൻറ്റു 2 പ്ലസ് മൈനസ് 2 ലാംഡ പ്ലസ് 7 മൈനസ് 3 മൈനസ് 2 ലാംഡ പ്ലസ് 4 ഇൻറ്റു മൈനസ് 2 എന്ന് വരും. ഇൻറ്റു മൈനസ് 2 ഈക്വൽ ടു 0. പ്ലസ് 4 ലാംഡ പ്ലസ് 4 ലാംഡ 9, 4, 13, 4, 17, 17 ലാംഡ. ഇത് 15 പ്ലസ് 10 27, 27 മൈനസ് 8, 2 ലാംഡ പ്ലസ് 7 മൈനസ് 3 മൈനസ് 2 ലാംഡ 7 മൈനസ് 3 എന്ന് പറയുന്നത് 4 അല്ലേ? 4 എന്ന് വരും അല്ലേ? ഇൻറ്റു മൈനസ് 2. ശരിയല്ലേ? 15ഉം 10ഉം 25. ഇത് 15 പ്ലസ് 10 ശരിയാ. 15 പ്ലസ് 10 എന്ന് പറയുമ്പോൾ 25, 25 മൈനസ് 8 17 എന്ന് തന്നെ വരും. പ്ലസ് 17 ഈക്വൽ ടു 0. സോ 17 ലാംഡ ഈക്വൽ ടു മൈനസ് 17, ലാംഡ ഈക്വൽ ടു മൈനസ് 1 വരും. ലാംഡയുടെ വാല്യൂ മൈനസ് 1 ഇവിടെ ഇട്ട് കൊടുത്താൽ, ലാംഡ ഈക്വൽ ടു മൈനസ് 1 ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ ഈ പോയിന്റ് എം എന്ന് പറയുന്നത് അപ്പോൾ എത്ര കിട്ടും നോക്കിക്കേ? മൈനസ് 3 പ്ലസ് 6 3, മൈനസ് 2 പ്ലസ് 7 5, 2 പ്ലസ് 7 9 എന്ന് കിട്ടും. സോ ഈ പോയിന്റ് 3, 5, 9. നമുക്ക് വേണ്ടത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ പി എം എന്നുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. ചുമ്മാ ഡിസ്റ്റൻസ് ഫോമുല യൂസ് ചെയ്താൽ മതി. റൂട്ട് ഓഫ് 3 മൈനസ് 1 ദ ഹോൾ സ്ക്വയർ, 3 മൈനസ് 1 2 സ്ക്വയർ എടുക്കുമ്പോൾ 4, 5 മൈനസ് 2 സ്ക്വയർ, 5 മൈനസ് 2 3 സ്ക്വയർ എടുക്കുമ്പോൾ 9, പ്ലസ് 9 മൈനസ് 3 6 സ്ക്വയർ എടുക്കുമ്പോൾ 36. റൂട്ട് ഓഫ് 49 7 എന്ന് വരും. ഓപ്ഷൻ 3 നമുക്ക് ആൻസർ ആയിട്ടുള്ളൂ. ആണ് ആൻസർ. 45ൻ്റെ ആൻസർ ഓപ്ഷൻ 3. ഓക്കെ അല്ലേ? Question number 46. The number of straight lines that are equally inclined to 3-dimensional coordinate axis is. Number of straight lines that are equally inclined to 3-dimensional coordinate axis is. 3-dimensional coordinate axisമായിട്ട് ഈക്വലി ഇൻക്ലൈൻഡ് ആയിട്ട് വരുന്ന ലൈൻസ് ഏതൊക്കെയാണ്? അതായത് അവരുണ്ടാക്കുന്ന ആംഗിൾസ് ആൽഫ ബീറ്റ ഗാമ. എക്സ് ആക്സുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫ, വൈ ആക്സുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ബീറ്റ, ഇസഡ് ആക്സുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ഗാമയാണെങ്കിൽ ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ആയിട്ട് വരുന്ന എത്ര ലൈൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. ആൽഫ കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ഗാമ എല്ലായ്പ്പോഴും 1.
ഇവിടെ ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ വരുമ്പോൾ ഇത് കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ 3 കോസ് സ്ക്വയർ ആൽഫ ഈക്വൽ ടു 1 വരും. സോ കോസ് സ്ക്വയർ ആൽഫ 1/3 വരും. സോ കോസ് ആൽഫ പ്ലസ് ഓർ മൈനസ് 1/√3 എന്ന് വരും. കോസ് ആൽഫ പ്ലസ് ഓർ മൈനസ് 1/√3 ആണെങ്കിൽ കോസ് ബീറ്റയും അത് തന്നെ, കോസ് ഗാമയും അത് തന്നെ. അങ്ങനെയുള്ള എത്ര ലൈൻസ് ഉണ്ട് എന്ന് നോക്കിയാൽ പോരെ. എന്ന് പറഞ്ഞാൽ ഒന്ന് കോസ് ആൽഫ 1/√3 എടുക്കാം. കോസ് ആൽഫ 1/√3 ആണെങ്കിൽ കോസ് ബീറ്റ 1/√3, കോസ് ഗാമ 1/√3. അതായത് 1/√3, 1/√3, 1/√3 ഡയറക്ഷൻ കോസൈൻസ് ആയിട്ട് വരുന്ന ഒരു ലൈൻ. ഇനി കോസ് ആൽഫ മൈനസ് 1/√3 ആണെങ്കിൽ കോസ് ബീറ്റയും മൈനസ് 1/√3, കോസ് ഗാമയും മൈനസ് 1/√3. അതായത് മൈനസ് 1/√3, മൈനസ് 1/√3, മൈനസ് 1/√3 ഡയറക്ഷൻ കോസൈൻസ് ആയിട്ട് വരുന്ന ലൈൻ. മൊത്തം 2 ലൈൻസ് ആണുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 47 നോക്കാം. എന്താ നോക്കിക്കേ. ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ജോയിനിങ് 2 -2 4 2 ആൻഡ് 7 -2 5. 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഈ 2 പോയിന്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ ഇക്വേഷൻ 2 പോയിന്റ് ഫോം നമ്മൾ പഠിച്ചിട്ടുണ്ട്. x1 y1 z1, x2 y2 z2 2 പോയിന്റ്സ് ഉണ്ടെങ്കിൽ അവരെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ എന്ന് പറയുന്നത് x മൈനസ് x1 ബൈ x2 മൈനസ് x1 ഈക്വൽസ് y മൈനസ് y1 ബൈ y2 മൈനസ് y1 ഈക്വൽസ് z മൈനസ് z1 ബൈ z2 മൈനസ് z1. x1 y1 z1 ആയിട്ട് -2 4 2, x2 y2 z2 ആയിട്ട് 7 -2 5. അപ്പോൾ എത്ര വരും? x മൈനസ് -2 x പ്ലസ് 2 ഡിവൈഡ് ബൈ 7 മൈനസ് -2 9 ഈക്വൽ ടു y മൈനസ് 4 ഡിവൈഡ് ബൈ -2 മൈനസ് 4 -6 ഈക്വൽ ടു z മൈനസ് 2 ഡിവൈഡ് ബൈ 5 -2 3. താഴെയുള്ളത് ഡയറക്ഷൻ റേഷ്യോസാണ്. ഡയറക്ഷൻ റേഷ്യോസ് എന്ന് വെച്ചാൽ ഡയറക്ഷൻ കോസൈൻസിൻ്റെ പ്രൊപ്പോർഷനായിട്ട് വരുന്ന നമ്പേഴ്സാണ്. സെയിം നമ്പർ കൊണ്ട് നമുക്ക് ഇനി ഡിവൈഡ് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം, കുഴപ്പമില്ലല്ലോ. അപ്പോൾ എല്ലാത്തിനെയും ഒരു 3 കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇതിനെ x പ്ലസ് 2/3 ഈക്വൽസ് ടു y മൈനസ് 4/-2 ഈക്വൽ ടു z മൈനസ് 2/1 എന്ന് പറയാം. ഓപ്ഷൻ ഉണ്ടോ നോക്കിക്കേ. ഫസ്റ്റ് ഓപ്ഷൻ ആൻസർ ആയിട്ടുണ്ട്. 47 ഓപ്ഷൻ 1 ഈസ് ദ കറക്റ്റ് ആൻസർ. Question number 48. The cosines of the angle between 2 diagonals of a cube. ഒരു ക്യൂബിൻ്റെ 2 ഡയഗണൽസിനിടയ്ക്കുള്ള ആംഗിള് ഒന്ന് പഠിക്കണം. 1/3 ആയിരിക്കും. അതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. ഒരു ക്യൂബിൻ്റെ 2 ഡയഗണൽസിനിടയ്ക്കുള്ള ആംഗിൾ തീറ്റയാണെങ്കിൽ കോസ് തീറ്റ എന്ന് പറയുന്നത് 1/3. ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. 49th ക്വസ്റ്റ്യൻ നോക്കാം. എ ബി സി 3 വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. എങ്ങനെയാ? ദെൻ എ വെക്ടർ ഇൻ ദ പ്ലെയിൻ ഓഫ് ബി ആൻഡ് സി ഹൂസ് പ്രൊജക്ഷൻ ഓൺ എ ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഹാസ് ദ മാഗ്നിറ്റ്യൂഡ് √2/3. സോ വെക്ടർ ഇൻ ദ പ്ലെയിൻ ഓഫ് ബി ആൻഡ് സി, ബിയുടെയും സിയുടെയും പ്ലെയിനിലുള്ള വെക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ആ വെക്ടറെ എങ്ങനെ എടുത്തുവെച്ചാൽ മതി? എന്താ വെക്ടർ ഇൻ ദ പ്ലെയിൻ ഓഫ് ബി ആൻഡ് സി, ബിയിലും സിയിലുമുള്ള വെക്ടർ പ്ലെയിനിലുള്ള വെക്ടർ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ബോക്സ് പ്രോഡക്റ്റ് നമ്മൾ ആ വെക്ടർ ഡി എന്നെടുത്താൽ ബോക്സ് പ്രോഡക്റ്റ് ബി സി ഡി നമ്മുടെ വെക്ടർ ലെറ്റ് വെക്ടർ ബി ഡി എന്നെടുക്കാം. ബോക്സ് പ്രോഡക്റ്റ് ഓഫ് ബി സി ഡി എന്ന് പറഞ്ഞത് 0 ആയിരിക്കും. പിന്നെ പ്രൊജക്ഷൻ ഹൂസ് പ്രൊജക്ഷൻ ഓൺ എ, എന്താ ഡി എന്നുള്ള വെക്ടറിൻ്റെ പ്രൊജക്ഷൻ ഓൺ എ എന്ന് പറയുന്നത് ഡി ഡോട്ട് എ ഡിവൈഡഡ് ബൈ മോഡ് എ എന്ന് പറയുന്നത് √2/3 ആയിരിക്കണം. അങ്ങനെയുള്ള ഡി എന്ന് പറയുന്ന വെക്ടറാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. എന്ത് ചെയ്താൽ മതി? ഡി എന്ന് പറയുന്ന വെക്ടർ നിങ്ങൾ xi പ്ലസ് yj പ്ലസ് zk എന്നെടുക്കുക. ബോക്സ് പ്രൊഡക്റ്റ് 0 ആകുന്ന ഡി ഡോട്ട് എ ബൈ മോഡ് എ ഈക്വൽ 2/√3 ആകുന്ന എക്സും വൈയും ഇസഡും കണ്ടുപിടിച്ചാൽ മതി, ആൻസർ കിട്ടിക്കോളൂ. ചെയ്യുമ്പോൾ നമുക്ക് x -2 y -1 z 5 എന്ന് കിട്ടും. ഓപ്ഷൻ 3 നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. -2y -j + 5k ആൻസർ ആയിട്ട് കിട്ടും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. a.i² പ്ലസ് a.j² പ്ലസ് a.k² പഠിക്കണം കേട്ടോ. a.i² പ്ലസ്
എ ഡോട്ട് ജെ ദ ഹോൾ സ്ക്വയർ പ്ലസ് എ ഡോട്ട് കെ ദ ഹോൾ സ്ക്വയർ. അത് ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. എ ഡോട്ട് ഐ, എ ഒരു വെക്ടറാണ്, എ ഡോട്ട് ഐ ദ ഹോൾ സ്ക്വയർ പ്ലസ് എ ഡോട്ട് ജെ ദ ഹോൾ സ്ക്വയർ പ്ലസ് എ ഡോട്ട് കെ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 3a² - 2a² എന്നാണ് വരിക. അത് a² എന്നാണ് വരിക കേട്ടോ. a² എന്നുള്ള ഓപ്ഷൻ നമുക്കുള്ളത് ഓപ്ഷൻ 4 ആയിട്ടാണ്. ഓപ്ഷൻ 4 ഈസ് ദ കറക്റ്റ് ആൻസർ എന്ന് നമുക്ക് പറയാൻ പറ്റും. എ ഡോട്ട് ഐ ദ ഹോൾ സ്ക്വയർ പ്ലസ് എ ഡോട്ട് ജെ ദ ഹോൾ സ്ക്വയർ പ്ലസ് എ ഡോട്ട് കെ ദ ഹോൾ സ്ക്വയർ. എ ഡോട്ട് ഐ ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എ ഡോട്ട് ഐ ഇൻറ്റു എ ഡോട്ട് ഐ എന്നാണ് വരിക. നമുക്ക് രണ്ട് റിസൾട്ട് ഉണ്ട്. ആർ ഡോട്ട് ഐ ഇൻറ്റു ഐ പ്ലസ് ആർ ഡോട്ട് ജെ ഇൻറ്റു ജെ പ്ലസ് ആർ ഡോട്ട് കെ ഇൻറ്റു കെ എന്ന് പറയുന്നത് 6. അത് വെച്ചിട്ടുള്ള ഒരു കേസാണ് വരിക. എന്താണ് ആൻസർ? ഓപ്ഷൻ 4 എന്ന് വരും. 50യുടെ ആൻസർ ഓപ്ഷൻ 4. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമുക്കുള്ളത്. അപ്പോൾ നന്നായിട്ടൊക്കെ പഠിക്കുക. ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നും കൂടി നിങ്ങൾ പരീക്ഷയ്ക്ക് സമയത്ത് എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ പോലും പിന്നെ ഒന്ന് നോക്കി നന്നായിട്ടൊക്കെ എഴുതുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സിൽ അഡ്മിഷൻ കിട്ടട്ടെ. നന്നായിട്ട് പെർഫോം ചെയ്യുക. ആദ്യം ഇപ്പോൾ കേരള എൻട്രൻസ് എടുക്കാറായി. അതുപോലെ ഏത് യൂണിവേഴ്സിറ്റിക്കും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കത്തുള്ളൂ. സോ ഓൾ ദ ബെസ്റ്റ്. നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ഈ ക്ലാസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. താങ്ക് യു.